योऽन्तः प्रविश्य मम वाचमिमाम् प्रसुप्ताम् सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम्. ആദ്യത്തെ ദിവസം ഉപനിഷദ് വിജ്ഞാനത്തിലേക്ക് ഒരു അവതരണം എന്ന മട്ട് പ്രവേശിച്ചു. നചികേതസിന്റെ കഥാരൂപത്തില് മൃത്യുവിനെ അഭിമുഖീകരിക്കുന്ന ഒരു ധീരന്റെ സത്യാന്വേഷണത്തിനെ കണ്ടു. പിന്നീട് 3 ദിവസം മിനിഞ്ഞാന്ന് നിലനിൽപ്പ്, അതായിരുന്നു നമ്മുടെ വിഷയം. ആദ്യം മരണത്തിനെ കണ്ടു, മരണമില്ലായ്മ. മരണത്തിന് സ്വരൂപത്തിനെ സ്പർശിക്കാൻ കഴിയില്ലെന്ന്. നിലനിൽപ്പ്, 2 പ്രിയം. 3 ഇന്നത്തെ വിഷയം. നിലനിൽപ്പ്, പ്രിയം, ശാന്തി. സത്ത്, ആനന്ദം, ചിത്ത്. സത്തിന്റെ അനുഭവമാണ് നമ്മൾ നിലനിൽപ്പെന്ന് പറഞ്ഞത്. അതിനെ അനുഭവിക്കാനുള്ള ദാഹമാണ് മനുഷ്യനിൽ സെക്യൂരിറ്റിക്കുള്ള ആഗ്രഹമായിട്ട് വരുന്നത്. സംരക്ഷണം, ഞാൻ എപ്പോഴും ഇരിക്കണം, കേടുകൂടാതിരിക്കണം. രണ്ട്, ആനന്ദം. അകമേയുള്ള ആനന്ദമാണ് പ്രിയമായിട്ട് പുറമേക്ക് വരുന്നത്. വസ്തുക്കളോടുള്ള പ്രിയമായിട്ടും വ്യക്തികളോടുള്ള പ്രിയമായിട്ടും അവസാനം ഭക്തിയായിട്ടും ഭഗവത് ഭക്തിയായിട്ടും. പ്രിയം ആവിർഭവിക്കുന്നത് ഉള്ളിൽ നിന്നാണ്. അതാണ് നമ്മൾ ഇന്നലെ വിസ്താരമായിട്ട് കണ്ടത്. ഭക്തി സ്വസ്വരൂപാനുസന്ധാനമാണെന്ന് ശ്രീശങ്കരൻ പറഞ്ഞു. സ്വരൂപത്തിന്റെ പ്രിയം ആവിർഭവിക്കുമ്പോ ആ ആനന്ദം തന്നെ ഭക്തി. മൂന്നാമതായിട്ട് ശാന്തി. നിശ്ചലത. അതൊരു മനസ്സിന്റെ അവസ്ഥയല്ല. നമ്മൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ കുറച്ചുണ്ടാവുന്ന അനുഭവമാണ്. ഒരു ദുഃഖമോ വിഷമമോ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ട് കുറച്ചു നേരത്തേക്കൊരു ശാന്തി ഉണ്ടാവും. അമ്പലത്തിലൊക്കെ വരുന്നത് തന്നെ അവിടെ വന്ന സമാധാനം ഉണ്ട്, ശാന്തി ഉണ്ട്. കുറച്ചു നേരത്തേക്കാണ്. പക്ഷേ 1 കോടി രൂപയുടെ ഒരു അംശമാണ് 1 രൂപ. അതുപോലെ ഈ കിട്ടുന്ന ഒരു അംശം അനന്തമായ ശാന്തിയുടെ ഒരു ഫോർടേസ്റ്റാണ്. പക്ഷെ നമ്മൾ ആ ശാന്തിയും, ഇന്നലെ പ്രിയം എന്ന് പറഞ്ഞ പോലെ തന്നെ ആ ശാന്തിയും പുറമേക്ക് ഏതോ ഒരു വസ്തുവിനെ ആശ്രയിച്ചുകൊണ്ട് ഉണ്ടാവണത്താണ്.
ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടാവണതാണ്. വ്യക്തികളെ ആശ്രയിച്ചുകൊണ്ടുണ്ടാവണതാണ്. ഭഗവാൻ രമണ മഹർഷിയുടെ സന്നിധിയില് ഒരുപാട് ആളുകൾക്ക് ആ ശാന്തിയുടെ അനുഭവം ഉണ്ടാവും. അവിടുന്ന് പോയി കഴിഞ്ഞാൽ, അവര് തന്നെ പലരും പറഞ്ഞു, അവിടുന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ആ ശാന്തി പോയി, മനസ്സ് പിന്നെയും ചഞ്ചലായി. നമ്മൾക്ക് കിട്ടിയെന്നൊക്കെ തോന്നും. അവിടുന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ ഈ കളർ ലൈറ്റ് ഇടുന്ന പോലെയാണ്. ബ്ലൂ ലൈറ്റ് ഇട്ടാൽ ആ ബ്ലൂ ലൈറ്റിന്റെ ഉള്ളിലിരിക്കുമ്പോൾ നമ്മളൊക്കെ നീല കളറായ പോലെ തോന്നും. സത്സംഗത്തിലിരിക്കുമ്പോ കിട്ടുന്ന ശാന്തി സത്സംഗത്തിലിരിക്കുമ്പോ ഉണ്ട്. അവിടുന്ന് പോയി കഴിഞ്ഞാൽ പോകുന്നുവെങ്കിൽ നിരന്തരമായില്ല, ആ ശാന്തിയുടെ ഉറവിടത്തിനെ അറിഞ്ഞില്ല. രമണ മഹർഷിയുടെ ശിഷ്യന്മാരെന്ന് ഞങ്ങൾ പറയാറില്ല, എങ്കിലും വേറെ പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അണ്ണാമലൈ സ്വാമി എന്ന് പറഞ്ഞൊരു ഭക്തനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു ഘട്ടത്തിന് ശേഷം ആശ്രമത്തിൽ നിന്ന് മാറി താമസിക്കാൻ, പുറകുവശത്തൊരു സ്ഥലത്ത് പോയി താമസിക്കാനായിട്ട് പറഞ്ഞു. മഹർഷി തന്നെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഒരിക്കൽ ഭഗവാന്റെ അടുത്ത് പറഞ്ഞ് കരഞ്ഞു, എനിക്ക് സന്നിധിയിലിരിക്കുമ്പോ ശാന്തിയുണ്ട്, ഇവിടുന്ന് വിട്ടുപോയാൽ എനിക്ക് ആ ശാന്തി പോകണു, അതുകൊണ്ട് എനിക്ക് ഭഗവാന്റെ സന്നിധിയിൽ ദിവസം വന്ന് ഇരിക്കാൻ അനുമതി തരണം എന്ന്. മഹർഷി ഒന്നും മിണ്ടിയില്ല. കുറച്ചു ദിവസം അനുവദിച്ച് കുറച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു, ഇനി നീ ആശ്രമത്തിലേക്ക് വരണ്ട, ഞാൻ നീ താമസിക്കുന്ന സ്ഥലം വഴി നടക്കാൻ വരുമ്പോ കണ്ടോളൂ എന്ന് പറഞ്ഞു. കുറച്ചു ദിവസം അങ്ങനെ തുടർന്നു. കുറച്ചു കഴിഞ്ഞപ്പോ അതും ഇല്ലാതായി, അങ്ങോട്ട് നടക്കാൻ പോക്കും ഇല്ലാതായി. അപ്പൊ ഇദ്ദേഹത്തിന് കാണാനേ നിവൃത്തിയില്ല. അപ്പൊ ഒരു ദിവസം എവിടെയോ വെച്ച വഴിയിൽ കണ്ടപ്പോ നമസ്കരിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് കിട്ടിയിരുന്ന ആ ശാന്തി, ആ ലാഭം എനിക്കിപ്പോ കിട്ടണില്ല, അവിടുത്തെ ദർശനം കിട്ടണില്ല. അപ്പൊ മഹർഷി അദ്ദേഹത്തിനോട് പറഞ്ഞു, അത്രേ, നീ നാസ്തികനാണോ എന്ന് ചോദിച്ചു. നമ്മൾ ആരെയാ നാസ്തികൻ എന്ന് പറയാ? ഈശ്വര വിശ്വാസം ഇല്ലാത്ത ആളെയാണ് നമ്മള് നാസ്തികൻ എന്ന് പറയാ. ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ വേദത്തിൽ വിശ്വസിക്കാത്തവനെ നാസ്തികൻ എന്ന് പറയും. അതാണ് ശാസ്ത്രം. നമ്മളുടെ ഇന്നത്തെ കാലത്തെ കണക്ക് പ്രകാരം ഈശ്വരനിൽ വിശ്വസിക്കാത്ത ആളെ നാസ്തികൻ എന്ന് പറയും. ഇവിടെ മഹർഷിയുടെ കണക്ക് വ്യത്യാസമാണ്. അദ്ദേഹം ചോദിച്ചു, നീ നാസ്തികനാണോ? എന്താ ഭഗവാൻ അങ്ങനെ ചോദിക്കണം? പുറമേ ഒരു വസ്തുവിനെ ആശ്രയിച്ചുകൊണ്ട് നിരന്തരം തനിക്ക് ശാന്തി കിട്ടും, സുഖം കിട്ടുമെന്ന് വിശ്വസിക്കുന്നവനാണ് നാസ്തികൻ എന്ന്. എന്നുവെച്ചാൽ ശാന്തിയുടെ പിറപ്പിടം, ആനന്ദത്തിന്റെ പിറപ്പിടം, നിലനിൽപ്പ് തന്നിലാണെന്നും തന്റെ സ്വരൂപമാണെന്നും അറിയാൻ ഒരു സഹായമായിട്ടേ പുറമേയുള്ള എന്തിനേയും ആശ്രയിക്കാവൂ. ക്രമേണ ആ ആശ്രയത്തിൽ നിന്നും വസ്തുവിലേക്ക് വന്നാകണം, തന്നിലേക്ക് വന്നാവണം, തന്നിൽ ആ ശാന്തിയെ കണ്ടെത്തിയാവണം, തന്നിൽ ആ ആനന്ദത്തിനെ കണ്ടെത്തിയാവണം. കാരണം പുറമേ ആശ്രയിക്കുന്നതൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ വിട്ടുപോകും. പുറമേയുള്ള വസ്തുക്കളൊക്കെ എന്നെങ്കിലുമൊക്കെ വിട്ടുപോകും. എന്തെന്തിനെ ആശ്രയിക്കണോ അതൊക്കെ വിട്ടുപോകും. വിട്ടുപോകാത്ത വസ്തുവിനെ ആശ്രയിച്ച് അതിൽ നിന്നും ശാന്തിയും പ്രിയമും ഉണ്ടാവുകയാണെങ്കിൽ ആ ശാന്തിയും പ്രിയവും നിത്യമായിരിക്കും. അതാണ് ഗോപസ്ത്രീകൾ ഭാഗവതത്തില് കൃഷ്ണനോട് പറഞ്ഞു, ഈ ജ്ഞാനികൾ വളരെ സമർത്ഥരാണ്, അവര് പുറമേ ഒന്നിലും മനസ്സ് വിടാതെ ആത്മാവായ എന്നെ തന്നെ ആശ്രയിക്കുന്നു. കുർവന്തി ത്വൈരതിം കുശലാഹ സ്വ ആത്മനി സ്വ ആത്മൻ നിത്യപ്രിയേ ത്വയി പതിസുതാദിഭിഃ ആർത്തിദൈഃ കിം. കുർവന്തി ത്വൈരതിം, നിന്നിൽ മാത്രം അവര് രതി വയ്ക്കുന്നു. നിന്നിലെന്ന് വെച്ചാൽ ആരില? സ്വ ആത്മൻ, തന്റെ തന്നെ സ്വസ്വരൂപത്തിനെ വിട്ട് പുറമേ ഒരു വസ്തുവിലേക്ക് മനസ്സ് വിടാത്തവരാണ് അവര്, സമർത്ഥരാണ്. എന്താ? നിത്യപ്രിയേ എന്നാണ്. അവിടെ നിത്യമായ പ്രിയം, നിത്യമായ ആനന്ദമുണ്ട്.
എന്നാ പുറമേക്കൊക്കെ ആനന്ദല്ലേ, പുറമേയൊക്കെ പ്രിയമില്ലേ? ഉണ്ട്. പതിസുതാദിഭിഹി ആർത്തിദൈഹിക്കും. പുറമേ ഉള്ള ബന്ധുക്കൾ, ഭർത്താവ്, ഭാര്യ, കുട്ടികളെല്ലാം സുഖമുണ്ട്, പ്രിയമുണ്ട്. പക്ഷെ അതൊക്കെ എന്തെങ്കിലും ഒരു ദിവസം വിട്ടുപോകുമ്പോ അത്യധികം വേദനയ്ക്ക് കാരണമാവണു. പക്ഷെ ഇവിടെ ഉള്ള പ്രിയം, ഇവിടെയുള്ള ശാന്തി, അന്തര്യാമയിലുള്ള ശാന്തി, സ്വസ്വരൂപത്തിലുള്ള സുഖം, ആത്മജ്ഞാനം കൊണ്ട് നേടിയെടുക്കുന്നത് ഒരു കാലത്തും വിട്ടുപോകില്ല. അപ്പോ വിവേകിയായ മനുഷ്യൻ അവസാനം അത് പഠിക്കും. ശാന്തി തന്റെ സ്വരൂപമാണ്. അത് മനസ്സിന്റെ ഒരു അവസ്ഥയല്ല. വാസ്തവത്തിൽ ശാന്തി ഉള്ളപ്പോ അവിടെ മനസ്സില്ല. നമ്മൾ തന്നെ എപ്പോഴെങ്കിലുമൊക്കെ സമാധാനമായിട്ടിരിക്കുമ്പോ, ശാന്തമായിട്ടിരിക്കുമ്പോ ശ്രദ്ധിച്ചാൽ കാണാൻ ചിത്തവൃത്തികൾ ഉണ്ടാവില്ല, വിചാരങ്ങൾ ഉണ്ടാവില്ല, തോട്ട്സ് ഉണ്ടാവില്ല. ചിത്തവൃത്തികൾ വരുമ്പോ ആ ശാന്തി ഭഞ്ജിക്കപ്പെടും. കർത്തൃത്വം ഭോക്തൃത്വം വരുമ്പോ ശാന്തി ബന്ധിക്കപ്പെടും. രണ്ടു വിധത്തിലാണ് മനസ്സ് പ്രവർത്തിക്കുക. ഒന്ന്, ഞാൻ നിങ്ങളെ കാണുമ്പോ രാഗം ദ്വേഷം. ചിലരെ കാണുമ്പോ ഇഷ്ടപ്പെട്ടു, ചിലരെ കാണുമ്പോ ഇഷ്ടപ്പെട്ടില്ല. രണ്ടും മനസ്സില് ചിത്തവൃത്തികളാലേ ഉണ്ടാക്കും. രണ്ട്, എന്നെ സംബന്ധിച്ച് ഞാനിതാ ഇത് പറയണു. നന്നായിട്ടുണ്ടെങ്കിൽ ഒരു സുഖം, നന്നായിട്ടില്ലെങ്കിൽ ഒരു ദുഃഖം. എന്തിനേയും നുണഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതിൽ ഭോക്തൃത്വം ഉണ്ടാവും, കർത്തൃത്വം ഉണ്ടാവും. നന്നാവണം എന്ന് നിർബന്ധമുള്ളപ്പോ അത് നന്നായിട്ടില്ലെങ്കിൽ ദുഃഖം ഉണ്ടാവും. ഇതൊക്കെ മനസ്സിന്റെ പ്രവർത്തനങ്ങളാണ്. ഇതുകൊണ്ടൊക്കെ നമ്മുടെ സ്വാഭാവികമായ ശാന്തി ഭഞ്ജിക്കപ്പെടുകയാണ്. നല്ലവണ്ണം അറിഞ്ഞ് ഈ കാര്യങ്ങൾ അറിഞ്ഞ ശേഷം മനോനിയന്ത്രണത്തിന് ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഉത്തമ യോഗികള്, ഉത്തമ സാധകന്മാർ. ശാന്തി മനസ്സിന്റെ അടക്കത്തിലാണ്, മനസ്സിന്റെ ചലനത്തിലല്ല, എക്സൈറ്റ്മെന്റിലല്ല. മനസ്സ് അടങ്ങും തോറും ശാന്തി ഉണ്ടാവും. കാരണം ശാന്തി നമ്മളുടെ സ്വരൂപമാണ്. നമ്മള് ബോധപൂർവം ചെയ്യണത് ഇത്രയേ ഉള്ളൂ. ചിത്തവൃത്തികളെ കുറയ്ക്കും തോറും ശാന്തി ഉണ്ടാവും. വിചാരങ്ങൾ കുറയും തോറും ശാന്തി ഉണ്ടാവും. ശാന്തി നമുക്ക് ഉണ്ട്, നമ്മളുടെ ഉള്ളിലുണ്ട്. ആത്മാവിന്റെ സ്വരൂപം തന്നെ ശാന്തിയാണ്. പക്ഷെ മനസ്സ് മേഘം സൂര്യനെ മറയ്ക്കണ പോലെ മനസ്സ് ആ ശാന്തിയെ മറച്ചിരിക്കുകയാണ്. മനസ്സങ്ങോട്ട് വഴിവിട്ട് തരുമ്പോ നമ്മളുടെ സ്വാഭാവികമായ സുഖം, ശാന്തി, നിറവ്, പൂർണ്ണത അത് പ്രകാശിക്കും. ധ്യാനം കൊണ്ട്, ജപം കൊണ്ട്, ഭജന കൊണ്ട്, നാമസങ്കീർത്തനം കൊണ്ടൊക്കെ തൽക്കാലത്തേക്ക് മനസ്സടങ്ങുമ്പോ തൽക്കാലത്തേക്ക് ആ സുഖം ഉണ്ടാവണു. പക്ഷെ കുറെ കഴിയുമ്പോ എന്താവും? പിന്നെയും മനസ്സ് പ്രവർത്തിച്ചു തുടങ്ങുകയും ശാന്തി നഷ്ടപ്പെടുകയും ചെയ്യും. ഇങ്ങനെ പലവട്ടം ഇങ്ങനെ മനസ്സ് ലയിക്കുമ്പോ സുഖം ഉണ്ടാവുകയും മനസ്സ് ചലിക്കുമ്പോ സുഖം നഷ്ടപ്പെടുകയും ചെയ്ത് കുറെ കഴിയുമ്പോ വെയിലത്ത് പോവുക, തണലിലേക്ക് വരിക, വെയിലത്ത് പോവുക, തണലിലേക്ക് വരിക. അവസാനം അത് മതി, തണലിൽ തന്നെ ഇരിക്കണമെന്ന് തീരുമാനിച്ച പോലെ പൂർണ്ണ വിവേകിയായ ഒരാള് തീരുമാനിക്കും, ഇനി മനസ്സിനെ ചലിപ്പിക്കരുത്. അതിന്റെ പിറപ്പിടത്തിൽ, ഹൃദയസ്ഥാനത്തില് നമ്മൾ അന്വേഷിക്കുന്ന എല്ലാ പൂർണ്ണതയ്ക്കും നമ്മൾ എന്തെങ്കിലും വസ്തു കിട്ടിയിട്ടാണ് പൂർണ്ണത വരണം എന്ന് ധരിക്കണം. പക്ഷെ യോഗി മനസ്സിനെ ഹൃദയത്തിൽ അടക്കി 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 സുഖം അനുഭവിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും, ഒരു വസ്തുവുമില്ലാതെ സുഖം കിട്ടണം.
കുട്ടിക്ക് സ്കൂളിൽ പരീക്ഷയ്ക്ക് പാസ്സാവുമ്പോ നല്ല മാർക്ക് കിട്ടിയാൽ സുഖം വന്നു, ജോലി കിട്ടിയപ്പോ ഒരു സുഖം വന്നു, ധാരാളം പണം കിട്ടിയപ്പോ ഒരു സുഖം വന്നു. അപ്പോഴൊക്കെ തെറ്റിദ്ധാരണ എന്താ? ജോലി കിട്ടിയത് കൊണ്ടാണ് സുഖം, പണം കിട്ടിയത് കൊണ്ടാണ് സുഖം. അത് കുറച്ചു നേരം കഴിഞ്ഞാൽ പോയി. സത്യാന്വേഷണം ചെയ്യുന്ന ഒരാള് മനസ്സ് ഹൃദയത്തിൽ അടങ്ങുമ്പോ സുഖമുണ്ടെന്നും ശാന്തിയുണ്ടെന്നും പതുക്കെ പതുക്കെ അറിയും തോറും അയാളുടെ ശ്രമം അതിനായിട്ട് തീരാണ്. പുറമെ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനല്ല, അകമയ്ക്ക് ഈ ശീതളത, ഈ കുളിർമ, അകമയ്ക്ക് ഈ ശാന്തി, ഈ സ്വാനുഭൂതി സുഖത്തിനെ അനുഭവിക്കാനായി തീരുന്നു ശ്രദ്ധ മുഴുവൻ. ആ സ്വാനുഭൂതി സുഖത്തിനെ അനുഭവിച്ചവരാണ് ഋഷികള്, ഉപനിഷത്ത് വക്താക്കളായിട്ടുള്ള ഋഷികളൊക്കെ. അവരെന്തിനെ കണ്ടെത്തിയോ അതിനെയാണ് വിളിച്ചു പറഞ്ഞത്. നിങ്ങൾ അന്വേഷിക്കുന്ന അമൃതം, മധു നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതിന് മരണമില്ല, അത് പൂർണ്ണമാണ്, അത് ശാന്തിയാണ്, അത് പ്രിയമാണ്, അത് നിത്യനിരന്തരമുള്ള മരണമില്ലായ്മയുടെ അനുഭവമാണ്. ഇങ്ങനെയൊന്നും ഉണ്ടെന്ന് നമുക്ക് ലോകത്തിൽ എവിടെയെങ്കിലുമൊക്കെ കേൾക്കുമോ? ലോകത്തിലെ നമുക്ക് കേൾക്കണത് എന്താ? പുറം വിഷയങ്ങളെ കുറിച്ച് മാത്രമാണ്. എപ്പോ നമുക്ക് ഉപനിഷത്ത് വിഷയങ്ങളിലേക്ക് വരണമോ അപ്പോഴേ ഇത്തരത്തിലൊരു സാധ്യത ഊഹിക്കാൻ പോലും സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ശ്രീശങ്കരൻ പറഞ്ഞത് ഒരിടത്ത്, ഉപനിഷത്ത് എന്ന ഒരു അമ്മയില്ലായിരുന്നുവെങ്കിൽ, വേദം എന്ന ഒരു അമ്മയില്ലായിരുന്നുവെങ്കിൽ ഈ ഒരു പാരമാർത്ഥിക സത്യത്തിനെ ഊഹിച്ചെടുക്കാൻ പോലും മനുഷ്യബുദ്ധിക്ക് സാധ്യമല്ല. നമ്മളുടെ ബുദ്ധിക്ക് എന്ത് കഴിയും? അനന്തമായ സ്പേസ്, വിശ്വത്തിനെ കണ്ട് ആശ്ചര്യപ്പെട്ടുകൊണ്ടിരിക്കുക നമ്മളുടെ ബുദ്ധി, അത്രയേ ഉള്ളൂ. ഈയിടെ ഞാൻ ഒരു പുസ്തകം വായിച്ചു, കുട്ടികൾക്കുള്ള പുസ്തകമാണ്. അതില് പറയാണ്, ശാസ്ത്രജ്ഞന്മാർ നമ്മളുടെ സ്പേസിനെ, ആകാശത്തിനെ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇനിയും അതിനൊരു അറ്റം കണ്ടെത്തിയിട്ടില്ല എന്നാണ്. എത്ര ബാലിശമായ ഒരു പ്രഖ്യാപനമാണെന്ന് നോക്കൂ. അറ്റം എന്ന് വെച്ചാൽ എന്താ? ചുമര് കെട്ടിയിട്ടുണ്ടാവുമോ? എവിടെ പോയി നിൽക്കും? നമ്മളുടെ ബുദ്ധിക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ. പുറമെ എന്തോ ഈ സ്പേസ് ടൈം വെച്ചുകൊണ്ടാണ് നമ്മളെ ചിന്തകൾ മുഴുവൻ, വിചാരങ്ങൾ മുഴുവൻ. ഇതിനപ്പുറം ഈ ജാഗ്രത അവസ്ഥ, ഈ വേക്കിംഗ് സ്റ്റേറ്റ്, ഇത് മാത്രമാണ് നമ്മളുടെ ലോകം. പാശ്ചാത്യ തത്വശാസ്ത്രം പൂർണ്ണതയ്ക്ക് വരാതിരിക്കാൻ കാരണം ഈ ജാഗ്രത അവസ്ഥയെ വെച്ചുകൊണ്ടാണ് അവര് സത്യാന്വേഷണം ചെയ്തത്. അതുകൊണ്ടാണ് അവർ പൂർണ്ണതയ്ക്കേ വരാത്തത്. ഋഷികൾ കണ്ടുപിടിച്ചു എന്ന് ഋഷികൾ പറഞ്ഞില്ല. അവര് പറഞ്ഞു, ആ പ്രപഞ്ചശക്തി തന്നെ ഇതിന്റെ സീക്രട്ടിനെ, ഇതിന്റെ രഹസ്യത്തിനെ തുറന്നു കാണിച്ചു കൊടുത്തു എന്നാണ്, അനാവരണം ചെയ്ത് കാണിച്ചു കൊടുത്തു. മനുഷ്യ ബ്രെയിൻ, അത് മനുഷ്യന്റെ ബുദ്ധിക്ക്, സാമാന്യ ബുദ്ധിക്ക് അത് സാധ്യമാകുന്ന അവരും ശഠിച്ചില്ല. അനാവരണം ചെയ്ത് കൊടുത്തു എന്നാണ്. ഭഗവാൻ തന്നെ കാണിച്ചു കൊടുത്തു. ഋഷികളിലൂടെ ആ സത്യത്തിന്റെ ആവരണം നീക്കിക്കൊടുത്തു. അവിടെ ആദ്യമായ ദർശനം, വേദാന്തം പ്രപഞ്ചത്തിൽ നിന്ന് നമ്മളിലേക്ക് വരലാണ്. പ്രപഞ്ചത്തിൽ അന്വേഷിക്കലല്ല, നമ്മളിൽ അന്വേഷിക്കാം. നമുക്ക് നല്ല ഉറപ്പുള്ള കാര്യം ഞാനുണ്ട് എന്നുള്ളത് മാത്രമാണ്. അപ്പൊ നിങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് ഇപ്പൊ ഞാൻ കണ്ണടച്ചാൽ നിങ്ങൾ എഴുന്നേറ്റ് പോയാൽ എനിക്കൊന്നും അറിയില്ല. കണ്ണുകൊണ്ട് കാണണം, അല്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദം കേൾക്കണം, അല്ലെങ്കിൽ തൊട്ടു നോക്കണം. ഇന്ദ്രിയങ്ങളിലൂടെ മാത്രമേ ഞാനല്ലാത്ത വസ്തുക്കളെയൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റൂ. ശരീരമടക്കം നമ്മള് ഈ ശരീരം സ്വയമേവ ഉണ്ടെന്ന് അറിയില്ല. ഋഷികളുടെ നിർവചനം സത്യം എന്ന് പറഞ്ഞാൽ ഏത് സ്വയമേവ ഉണ്ടെന്ന് അനുഭവപ്പെടുമോ അത് മാത്രമാണ് സത്യമെന്നാണ്.
ഒന്ന് ഓർത്തോള, സത്യത്തിന്റെ ഡെഫിനിഷൻ ഏത് സ്വയമേവ ഉണ്ടെന്ന് അനുഭവപ്പെടുമോ, മറ്റൊന്നിന്റെ സഹായം കൂടാതെ സ്വയം അനുഭവപ്പെടുന്നത് മാത്രമാണ് സത്യം. ശരീരം സ്വയമേവ ഉണ്ടെന്ന് അനുഭവപ്പെടുന്നില്ല. ഇന്ന് മെഡിക്കൽ സയൻസുകാർക്ക് നല്ലവണ്ണം അറിയാം, കാലൊക്കെ ചിലപ്പോ ആംബ്യൂട്ടേറ്റ് ചെയ്ത് എടുത്താൽ കാലില്ല എന്ന് അവർക്ക് ഓർമ്മയുണ്ടാവില്ല എന്ന് മാത്രമല്ല, വളരെ വിഷമം പിടിച്ചൊരു കാര്യമുണ്ട്, ഈ കാല് മുറിച്ചെടുത്തിട്ട് അവിടെ ചൊറിയും, കാലില്ലാത്ത സ്ഥലത്ത് ചൊറിയും. എങ്ങനെ ചൊറിയാൻ പറ്റും? കാലില്ല അവിടെ. പക്ഷെ ഇവർക്ക് ഭയങ്കരമായിട്ട് ആ കാല് മുമ്പ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇല്ലാത്ത കാല് ചൊറിയും. എന്താന്ന് വെച്ചാൽ ബുദ്ധി തീരുമാനിച്ചിരിക്കുകയാണ് അവിടെ കാലുണ്ട് എന്ന്. എന്നിട്ട് ചൊറിയണമെന്ന് പറയാണ്, ഇയാൾക്ക് ചൊറിയാൻ പറ്റില്ല, മരുന്ന് കൊടുക്കേണ്ടി വരും ബ്രെയിനിലുള്ള ആ തോന്നൽ മാറ്റാനായിട്ട്. വേദാന്തത്തിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനം എന്താന്ന് വെച്ചാൽ ഈ ശരീരം തന്നെ ഇതുപോലെ നിങ്ങളുടെ ബുദ്ധി നിങ്ങളുടെ അടുത്ത് പറയണ ഒരു അജ്ഞാനമാണ്, ഒരു മിസ്ഇൻഫർമേഷനാണ്. അത് നിങ്ങളിലുണ്ട് എന്നുള്ളത്, ഈ ശരീരം തന്നെ നിങ്ങളിൽ ഉണ്ട് എന്നുള്ളത് ഒരു വൈറസ് ആണ്. കമ്പ്യൂട്ടറിൽ വൈറസ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഇൻഫർമേഷനാണ്. അത് ബാക്കിയുള്ള സിസ്റ്റത്തിനെ മുഴുവൻ കേടുവരുത്തണ പോലെ ഈ മിസ്ഇൻഫർമേഷൻ നിങ്ങളുടെ ജീവിതം മുഴുവൻ ദുരിതാക്കുക. നിങ്ങൾ ഈ ശരീരമല്ല. ശരീരം പ്രകൃതിയിലെ ഒരു അപ്പിയറൻസ് ആണ്. പക്ഷേ നിങ്ങളുടെ അസ്തിത്വം, ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം, അത് ഈ ശരീരം പോലെ ഒരു അനുഭവമല്ല. നമ്മുടെ അനുഭവം എന്ന് പറഞ്ഞാൽ ഒട്ടനെ ശരീരത്തിനെ പോലെ ഒരു സെൻസേഷൻ ആണ് നമുക്ക് അനുഭവം വരുന്നത്. ആത്മസാക്ഷാത്കാരം, ഈശ്വര അനുഭൂതി എന്നൊക്കെ പറയുമ്പോഴും ആളുകൾക്ക് ഉടനെ ഭാവന വരുന്നത് ഒരു എക്സൈറ്റ്മെന്റ് ആണ്. അതും ഇന്ന് മീഡിയ ഒക്കെ വളരെ പ്രബലമായതുകൊണ്ട് നിറയെ പുരാണ കഥകളും ഒക്കെ അങ്ങനെ സീരിയൽ വരുമ്പോ അങ്ങനെ ലൈറ്റ് സ്വാമി അങ്ങനെ വരുന്നതും ചിത്രം ഒക്കെ ഭാവനയിലുണ്ടാവും നമുക്ക്. മുൻപെങ്കിലും ആളുകളുടെ ഭാവനയ്ക്ക് ഒരു സ്വാധീനം ഉണ്ടായിരുന്നു. ഇപ്പൊ അതുമില്ല. അവര് കാണിക്കുന്ന ഭാവനയാണ് നമ്മളുടെ ഭാവനയായിട്ട് മാറിയിരിക്കണപ്പോ. നമ്മളുടെ ഒരു അന്തര്യാമിയുടെ ഇൻഫ്ലുവൻസോടുകൂടെ ഒരു ഭാവന ഉണ്ടായിരുന്നു, അപ്പൊ അത് പോയി. ഇതിപ്പോ അവര് കാണിച്ചു തരുന്ന ഭാവനയാണ്. നമ്മളുടെ അസ്തിത്വത്തിന്റെ അനുഭവം പ്രപഞ്ചാനുഭവം പോലെയല്ല. നമ്മൾ വേദാന്തത്തിനും മറ്റ് ശാസ്ത്രങ്ങൾക്ക് എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, മറ്റ് ശാസ്ത്രങ്ങളൊക്കെ തന്നെ നമ്മളുടെ സാമാന്യ ബുദ്ധിയുടെ തലത്തിലുള്ളതാണ്. അതുകൊണ്ട് മറ്റ് ശാസ്ത്രങ്ങൾ പറയണത് ഈ ലോകമാണ് പ്രധാനം, ഞാനല്ല. അതുകൊണ്ട് ലോകത്തിൽ റിസർച്ച് ചെയ്യാം, ലോകത്തിൽ മാറ്റിമറിക്കാൻ നോക്കാം, ഒക്കെ തിരുത്താൻ നോക്കാം. തിരുത്തി 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 നമ്മൾ എവിടെ എത്തിയിരിക്കണു ഒന്ന് ആലോചിച്ചു നോക്കൂ. മുഴുവനും മാറിയോ? സ്വർഗരാജ്യം സ്ഥാപിച്ചോ ഇവിടെ? ഇതിങ്ങനെ തിരുത്തിക്കൊണ്ടേയിരിക്കാം, മാറ്റിക്കൊണ്ടേയിരിക്കാം. റബ്ബർ ബോൾ പോലെ ചുവട്ടിലിട്ടാ പൊന്തി വരും. ചുറ്റിക്കൊണ്ടേയിരിക്കും, വീണ്ടും പഴയ സ്ഥലത്ത് വന്ന് നിൽക്കും. ഈ പാമ്പും കോണിയും കളിക്കണ പോലെ 99 എത്തിയിട്ട് പാമ്പ് കടിക്കും, പിന്നെയും ചുവട്ടിൽ വരും. എത്ര തിരുത്തി മറിച്ച് 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 വരണു, അവസാനം അത് തുടങ്ങിയ സ്ഥലത്ത് തന്നെ വന്ന് നിൽക്കാണ്. എന്താന്ന് വെച്ചാൽ ഈ ലോകം നീ കാണുന്നതാണ്. വേദാന്തത്തിന്റെ ശ്രദ്ധ കാണപ്പെടുന്ന ലോകത്തിലല്ല. കാണപ്പെടുന്ന ലോകത്തില് ശ്രദ്ധിക്കുന്നവന് ശാന്തി ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല, പൂർണ്ണത കണ്ടെത്താൻ സാധിക്കില്ല. എപ്പോ ദൃശ്യത്തിൽ നിന്നും തന്നിലേക്ക്, ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവത്തിലേക്ക്, ഒന്ന് ആശ്ചര്യപ്പെടണോ അതിനെ കണ്ടിട്ട്? ലോകം കണ്ട് ആശ്ചര്യപ്പെടണു, നമ്മളുടെ അസ്തിത്വത്തിനെ കണ്ട് ആശ്ചര്യപ്പെടണമെന്നാണ്. നമ്മളുടെ തന്നെ അസ്തിത്വം, നമ്മളുടെ തന്നെ നിലനിൽപ്പിനെ ശ്രദ്ധിച്ച് ആശ്ചര്യപ്പെടലാണ് ധ്യാനം. എന്തെങ്കിലും ലൈറ്റ് ഇങ്ങനെ നോക്കലല്ല ധ്യാനം. നമ്മളുടെ തന്നെ നിലനിൽപ്പിനെ കണ്ട്, അസ്തിത്വത്തിനെ കണ്ട് ആശ്ചര്യപ്പെടുകയാണ്. ലൈറ്റ് മുഴുവൻ ഓഫ് ചെയ്ത് ഇവിടെ ഇരുട്ടാക്കിയ ഞാനുണ്ട് എന്ന് അനുഭവപ്പെടുന്നു. എങ്ങനെ?
ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ പറയണ വാക്ക് അതിന് മാത്രം ചേരണതാണ്. അപ്പൊ നിങ്ങളെ കാണുന്നത് എക്സ്പീരിയൻസ് അല്ല, ഈ ചെണ്ട കൊട്ട് കേൾക്കുന്നുണ്ട്, അത് എക്സ്പീരിയൻസ് അല്ല, അത് പെർസെപ്ഷൻ, സെൻസറി പെർസെപ്ഷനാണ്, ഇന്ദ്രിയ വിഷയജ്ഞാനമാണ്. ഞാൻ ഫിലോസഫി അല്ല പറയണത്, നിങ്ങളൊക്കെ ധാരാളം കേട്ടിട്ടുള്ളവരാണ്. എങ്കിലും ഓരോരിക്കെ പറയുമ്പോഴേ എനിക്കിത് ധ്യാനമാണ്, അതുപോലെ നിങ്ങൾക്കും ധ്യാനമായാൽ പ്രയോജനം ഉണ്ടാവും. അല്ല ഞാനിത് കേട്ടിട്ടുണ്ട്, ഇനി പറയാൻ പോണത് എന്താണ് പറയാൻ പോണത് എന്ന് അറിയാം എന്ന് പറഞ്ഞ് കേട്ടാൽ പ്രയോജനപ്പെടില്ല. നമ്മളിപ്പോ നാമസങ്കീർത്തനം ചെയ്യുമ്പോൾ ദിവസം ഒരേ നാമം തന്നെ സങ്കീർത്തനം, അതേപോലെ ഒരേ ജ്ഞാനം തന്നെയാണ് പറയണത്. പക്ഷെ ഓരോരിക്കലും ദൃശ്യത്തിൽ നിന്നും ദൃക്കിലേക്കുള്ള യാത്രയാണ് ധ്യാനം. അതാണ് സത്സംഗം. അത് പല വഴിക്ക് തിരിച്ച് അങ്ങനെ വരും. അതാണ് നമുക്ക് ഈ സത്സംഗം എന്ന് പറയണത്. ഒരു തരത്തിലൊരു അനുസന്ധാനം, ധ്യാനമാണ്, മനനമാണ്. പുതിയ വിഷയങ്ങൾ പറയാം, ഒന്നും ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. കുറച്ച് പുസ്തകങ്ങളൊക്കെ നോക്കി കുറെ തമാശകളൊക്കെ ശേഖരിച്ചു കൊണ്ടുവന്ന് നിങ്ങളെ കുറച്ചു നേരം രസിപ്പിക്കാം, ചിരിപ്പിക്കാം. നിങ്ങൾ തുള്ളുന്നത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ടാവും. അത് കഴിഞ്ഞ് ഞാനും പോവും, നിങ്ങളും പോവും, കാര്യം കഴിഞ്ഞു. അറ്റ്ലീസ്റ്റ് ഇത് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് സമാധാനം ഉണ്ടാവും, നിങ്ങൾക്കും ചിലപ്പോ കിട്ടുന്നവർക്ക് കിട്ടും. അത് ഉദ്ദേശിച്ചാണ് പറയണത്. അതാണ് സാധാരണ ഇതൊക്കെ നമുക്കൊരു ഒതുങ്ങിയ സ്ഥലത്ത് കുറെ ആളുകൾ ഇരുന്നാൽ വളരെ എളുപ്പമാവും. ആ ഇന്റൻസിറ്റി ഇതിപ്പോ നമുക്ക് സുഖമായിട്ടുണ്ട്. എങ്കിലും ചിലപ്പോ നമ്മള് സെന്റർ വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും. പ്രപഞ്ചത്തിനെ കാണുന്നു, കുടുംബത്തിലുള്ളവരെ കാണുന്നു, നമ്മളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെയൊക്കെ കാണുന്നു. ഇതിനെയൊക്കെ പരിഹരിക്കണമെന്നാണ് നമ്മൾ ആശിക്കുന്നത്. പ്രശ്നങ്ങളൊക്കെ വരുമ്പോ ആദ്യം എന്താ ചെയ്യുക? ഒരു ജ്യോതിഷിയുടെ അടുത്ത് പോവും. ജ്യോതിഷന്മാരെ കുറ്റം പറയല്ല കേട്ടോ, ജ്യോതിഷം ഒരു ശാസ്ത്രമാണ്, അതിനതിന്റെ ആവശ്യമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അത് പലപ്പോഴും സമാധാനം കൊടുക്കും, ശാന്തി കൊടുക്കും ആളുകൾക്ക്, അതിന് അതിൻ്റെതായ ജോലിയുണ്ട്. പക്ഷെ നമ്മള് ഇവിടെ വേദാന്ത വിചാരം ചെയ്യുമ്പോഴാണ് അതിനെ എടുത്തോണ്ട് വരുന്നത്. ഇത് ഞാൻ പറയണതല്ല, ശ്രീശങ്കരന്റെ മഹാവാക്യ ദർപ്പണം എന്നൊരു ശ്ലോകത്തിലുള്ളതാണ്. അദ്യ അഷ്ടമീതി നവമീതി ചതുർദശീതി ജ്യോതിഷ്കവാചേ ഉപവസന്തി ഭക്ത്യാം ശ്രുതേസ്ത്വഹോ തത്വമസീതി വാക്യം ന വിശ്വസന്തി അദ്ഭുതമേതദേവ എന്ന്. കാരുണ്യം കൊണ്ട് പറയാണ് ആചാര്യൻ. ശ്രുതിമാതാവ് പറയണു, നീ സ്വയമേവ പൂർണ്ണ വസ്തുവാണ്, നീ അന്വേഷിക്കുന്ന പൂർണ്ണത നിന്നിൽ തന്നെ ഉണ്ട്. ഒരു ദുഃഖവും നീ സത്യം അറിഞ്ഞാൽ നിന്നെ സ്പർശിക്കില്ല. നീ പൂർണ്ണനാണെന്ന് ശ്രുതിമാതാവ് വിളിച്ചു പറയുമ്പോ ഞാൻ വിശ്വസന്തി ശ്രദ്ധിക്കണില്ല എന്നാണ്. പിന്നെ എന്താ ചെയ്യണ? ഏത് ജ്യോതിഷിയാ ഉള്ളത് എന്ന് ഓടി നടന്നു. എന്നിട്ട് പറഞ്ഞു, അയാള് പറഞ്ഞു, ഉള്ളിൽ വരുമ്പോ തന്നെ ഞാൻ കണ്ടു എന്തോ പ്രശ്നം കാര്യമായിട്ട് ഇട്ട് വലയ്ക്കണുണ്ടെന്നു. അല്ലെങ്കിൽ ഇപ്പൊ വരില്ലല്ലോ. അത് ഒരു കാര്യം ചെയ്താൽ മതി, അഷ്ടമിക്ക് ഇന്ന വ്രതം ചെയ്യൂ, ചതുർദശിക്ക് ഇന്ന വ്രതം ചെയ്യൂ, അദ്യ അഷ്ടമീതി നവമീതി ചതുർദശീതി. ഇതൊക്കെ ഞാൻ ഒരിക്കലും ഇത്തരം വ്രതങ്ങളെയോ ഉപവാസങ്ങളെയോ കളിയാക്കല്ല. അതൊക്കെയാണ് നമ്മളെ ശുദ്ധമാക്കിയിട്ട് അവസാനം ഭക്തിമാർഗത്തിലേക്കോ ജ്ഞാനമാർഗത്തിലേക്കോ കൊണ്ടുവരണത്. അതുകൊണ്ട് അതിനൊന്നും നിന്ദിക്കലോ നിഷേധിക്കലോ അല്ല. പക്ഷേ ഒരു ഘട്ടത്തില് നമ്മള് അറിയാണ്, ഈ പുറമേയുള്ള ഉപായങ്ങൾ കൊണ്ടൊക്കെ നമ്മള് പാരമാർത്ഥികമായിട്ട് നിൽക്കാൻ പറ്റില്ല. നമുക്ക് കാണാമത്. എന്താന്ന് വെച്ചാൽ ഈ പ്രശ്നങ്ങളെ ആത്യന്തികമായിട്ട് പരിഹരിക്കാൻ സാധിക്കില്ല. പ്രശ്നങ്ങൾ എവിടെയാ പരിഹരിക്കപ്പെടുന്നത് എന്ന് വെച്ചാൽ, ഇൻസ്റ്റെഡ് ഓഫ് സോൾവിംഗ് ദ പ്രോബ്ലം യു ലേൺ ടു ഡിസോൾവ് ദ പ്രോബ്ലം. രണ്ടിനും വ്യത്യാസമുണ്ട്. പുറമേക്ക് പരിഹരിക്കുന്നതിന് പകരം അകമയ്ക്ക് തത്വമറിയാണ്.
സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാള് സ്വപ്നത്തില് ഊണ് കിട്ടാതെ വെള്ളം കിട്ടാതെ മരുഭൂമിയിൽ നടക്കണ പോലെ സ്വപ്നം കാണുന്നു. അയാളുടെ ഉറക്കത്തിൽ ചിലര് വർത്തമാനം പറയും. അതുപോലെ ഇയാൾ പറയണു വെള്ളം വെള്ളം എന്ന് പറയണത്. വയറുനിറയെ വെള്ളം കുടച്ചിട്ട് ഇപ്പൊ കിടന്നതേ ഉള്ളൂ. അടുത്തിരിക്കുന്ന ആള് എന്ത് ചെയ്യും? വെള്ളം ഒഴിച്ചു കൊടുക്കുവോ വായില്? എഴുന്നേപ്പിച്ച് വിടും. എഴുന്നേപ്പിച്ച് വിട്ടാൽ ഇയാൾക്ക് ഒരു കുഴപ്പമില്ല. മരുഭൂമിയില്ല, വെള്ളം കിട്ടായ്മയില്ല, ദുഃഖമില്ല, യാതൊന്നുമില്ല. അല്ലേ? അയാൾക്ക് വെള്ളം കൊടുക്കണതല്ല പരിഹാരം, അയാളെ എഴുന്നേപ്പിച്ച് വിടലാണ്. ഇതേപോലെ നമ്മൾക്ക് ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ ആളുകൾ പലപ്പോഴും പറയണത് വേദാന്തം പറഞ്ഞിട്ട് എന്താ കാര്യം, ഈ വേദാന്ത ജ്ഞാനം കൊണ്ട് എന്താ കാര്യം? ഞങ്ങൾക്ക് മുമ്പുള്ള ഒരു ചൊല്ല എന്താന്ന് വെച്ചാൽ വിശക്കണ വയറിനോട് വേദാന്തം പറഞ്ഞിട്ട് കാര്യമുണ്ടോന്നാണ്. ശരിയാണ്, വിശക്കണ വയറിനോട് വേദാന്തം പറഞ്ഞിട്ട് കാര്യമില്ല. വിശക്കണ വയറിന് ചോറ് തന്നെ വേണം. ഉണ്ട് കഴിഞ്ഞാൽ കുറെ കഴിഞ്ഞാൽ വിശക്കും. ഉണ്ടിട്ടില്ലെങ്കിൽ ചത്തുപോവില്ലെന്ന് ചോദിച്ചാൽ ഉണ്ടിട്ടാണ് നമ്മളിപ്പോ ചത്തുപോണത്. അവസാനം ഊണ് കഴിച്ചിട്ടും ചാവാതെ ഒന്നും ഇരിക്കണില്ല, ഊണ് കഴിച്ചിട്ടും ചത്തുപോവാണ്. അന്നം നമ്മളെ ഭുജിക്കണു എന്നാണ് വേദം പറയണത്. നമ്മൾ അന്നത്തിനെ ഭുജിക്കലല്ല, അന്നം അവസാനം അശിക്കുന്നവനെ അശിക്കുകയാണ്. അന്നം ഭുജിക്കുന്നവനെ ഭുജിക്കുകയാണ്. അവസാനം അത് നമ്മളെ തിന്ന് തീർക്കാണ്. അതുകൊണ്ട് നമുക്കിപ്പോ ഉത്തമാംഗം അനുജെന്ന് വയറെന്ന് ഷഠിപ്പവർന്നാണ് നമ്മളെ കുറിച്ച് പറഞ്ഞിരിക്കണം. ഉത്തമാംഗം തലയല്ല വയറാണെന്നാണ്. അപ്പോ പാരമാർത്ഥികമായി നമുക്കൊരു പ്രശ്നപരിഹാരം വേണമെങ്കിൽ പ്രശ്നത്തിനെ ബാഹ്യമായി പരിഹരിക്കാൻ ഒരു ശക്തിക്കും ഒരു ലിമിറ്റിനും മേലെ സാധ്യമല്ല. കാരണം ഈ പ്ലെയിൻ ഓഫ് എക്സിസ്റ്റൻസ് പെർഫെക്റ്റ് അല്ല. നിങ്ങൾ കാണുന്നത് സ്വപ്നമോ സ്വപ്ന തുല്യമായിട്ടുള്ളതോ ഒന്നാണ്. സ്വപ്നം എന്ന് പറയുമ്പോ നമുക്ക് ആകപ്പാടെ ഒരു വിഷമം തോന്നും. സ്വപ്നം പോലെയാണോ? സ്വപ്നം പോലെ എന്ന് പറയണുള്ളൂ, സ്വപ്നം എന്ന് പറയണില്ല എന്ന് വെച്ചോളൂ. എന്താന്ന് വെച്ചാൽ സ്വപ്നം ഇപ്പൊ പോയി കിടന്നാൽ കാണുമല്ലോ നമ്മള്, അത് വേറെ ഇരിക്കട്ടെ. ഇതിപ്പോ സ്വപ്നം പോലെ എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിനേക്കാളും ഭ്രമാത്മകമായിട്ടുള്ളത് എന്നാണ് അർത്ഥം. എന്നുവെച്ചാൽ ഐ എം നോട്ട് ഡൈലൂട്ടിങ് ഇറ്റ്സ് ഇന്റൻസിറ്റി. സ്വപ്നം പോലെ എന്ന് പറഞ്ഞാൽ സ്വപ്നം പോലെ ഭ്രമാത്മകം എന്നാണോ അർത്ഥം എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. സ്വപ്നത്തിനേക്കാളും സ്ഥൂലമായതുകൊണ്ട്, സ്വപ്നത്തിനേക്കാളും കോൺക്രീറ്റ് ആയിട്ട് ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്നത് കൊണ്ടും അതിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാത്തത് ഒരു കീറാമുട്ടിയായതുകൊണ്ടും ഇത് സ്വപ്നത്തിനേക്കാളും പ്രബലമായ സ്വപ്നമാണ്, ദീർഘസ്വപ്നം എന്നാണ്. അതുകൊണ്ട് ഇവിടെ പ്രശ്നപരിഹാരം ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല. പൂർണ്ണമായിട്ടും ഇതൊരു പെർഫെക്റ്റ് പ്ലെയിൻ ആവില്ല. പെർഫെക്ഷൻ ഉണ്ട്, ഇവിടെയല്ല, നമ്മളിലാണ്. അതുകൊണ്ടാണ് നമ്മൾ പെർഫെക്ഷനെ തിരയണത്, പൂർണ്ണതയെ തിരയണത്. പൂർണ്ണത ഉണ്ട് നമ്മളിലാണ്, പുറമേക്ക് അന്വേഷിച്ചാൽ കിട്ടില്ല. പൂർണ്ണത നമ്മളുടെ അകത്തുള്ളത് കൊണ്ടാണ് നമ്മൾ പൂർണ്ണതയെ അന്വേഷിക്കുന്നത്. പൂർണ്ണത നമ്മളുടെ സ്വസ്വരൂപമാണ്, അതുകൊണ്ടാണ് നമ്മൾ പൂർണ്ണതയെ തിരയണത്. അപൂർണത നമുക്ക് അസംതൃപ്തി തരാൻ കാരണം പൂർണ്ണത നമ്മളുടെ പിറപ്പിടത്തിൽ, നമ്മളുടെ ഗർഭത്തിൽ കിടക്കുന്നുണ്ട് പൂർണ്ണത. ആ പൂർണ്ണതയുടെ അനുഭവം നമുക്ക് എവിടെയോ ഉണ്ട്. പക്ഷെ ഈ ശരീരം മനസ്സും ഒക്കെ കൂടി വന്നപ്പോ നമുക്ക് ആകെപ്പാടെ ഒരു അപൂർണത തോന്നുന്നു. എങ്ങനെയാ പൂർണ്ണമാവുക നോക്കുകയാണ്. ശരീരത്തിനെ പെർഫെക്റ്റ് ആയിട്ട് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ നോക്കണു, അതിനെ നിത്യ യൗവനത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ നോക്കണു, പലവിധ സുഖങ്ങൾ അനുഭവിച്ച് സംതൃപ്തിയാവുമോ നോക്കണു. ഒന്നും തൃപ്തിയാവണില്ല. കുബേരൻ ഗണപതിക്ക് ശാപ്പാട് കൊടുത്ത പോലെയാണ്. കുബേരൻ പരമേശ്വരനെ വന്ന് വിളിച്ചു അത്രേ, തന്റെ ആഡംബരം ഒന്ന് കാണിച്ചു കൊടുക്കാനായിട്ട്. ഒന്ന് ഭക്ഷണത്തിന്, ഒരു ശാപ്പാടിന് നമ്മളുടെ വീട്ടിലേക്ക് വരണം. അപ്പൊ ശിവൻ പറഞ്ഞു, ഇവിടെ ഇപ്പോ ഞങ്ങള് കിട്ടണത് കൊണ്ട് തൃപ്തരാ, സാധാരണ ഊണ് കഴിക്കണ എപ്പോഴെങ്കിലും ഒക്കെയാ. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ ഗണപതിക്ക് ഇപ്പൊ വിശപ്പ് സഹിക്കവയ്യ, ഒന്ന് കൂട്ടിക്കൊണ്ടുപോയി വയറ് നിറച്ചു കൊടുക്കൂന്ന് പറഞ്ഞു. ഗണപതിയെ കൂട്ടിക്കൊണ്ടുപോയി കുബേരൻ.
അപ്പൊ പോണ പോക്ക് ശിവൻ ചോദിക്കുകയും ചെയ്തു, അയാൾക്ക് വയറ് നിറച്ച് കൊടുക്കാൻ നിങ്ങളുടെ അടുത്ത് വകയുണ്ടാവുമല്ലോ അല്ലെ? കുബേരന് അഭിമാനക്ഷത ഉണ്ടായിരുന്നാണ്, വാനിറ്റി വൂണ്ടഡ്. എന്താന്ന് വെച്ചാൽ ഈ ചെക്കൻ കുറച്ച് വണ്ണണ്ട വാസ്തവാണ്, പക്ഷേ എന്റെ പണം എവിടെ, എന്റെ ധനം എവിടെ? ഇയാള് എത്ര തന്നെ കഴിക്കാൻ പറ്റും, എത്ര തന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റും, ഞാൻ നോക്കട്ടെ. അവന് വയറ് നിറച്ചു, മൂക്കുമുട്ട കൊടുത്തിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞു കൊണ്ടുപോയി സമൃദ്ധമായി ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് കൊണ്ടുവന്ന് വെച്ചു. വിളമ്പി കുനിഞ്ഞ ആള് നിവരുമ്പോഴേക്കും തീർന്നു. കുറച്ചു കഴിഞ്ഞ് പറഞ്ഞു കൊണ്ടാന്ന് പറഞ്ഞു. അടുക്കളയിലുള്ളത് പതുക്കെ പതുക്കെ പോരട്ടെ മുഴുവൻ അങ്ങോട്ട് തീർന്നുപോയി. അടുക്കളയിൽ പാചകം ചെയ്ത് വെച്ചതൊക്കെ തീർന്നുപോയി. അവസാനം പറഞ്ഞു, സ്വാമി തീർന്നു എന്ന് പറഞ്ഞു. അടുക്കള കുശിനിക്കാരൊക്കെ ഒന്നും തീർന്നു എന്ന് പറഞ്ഞു. എന്നാ പച്ചക്കറിയൊക്കെ പോരട്ടെ എന്ന് പറഞ്ഞു. പച്ചക്കറിയൊക്കെ തീർന്നു. പഴം പോരട്ടെ, പഴം തീർന്നു. അരി ഗോതമ്പൊക്കെ തീർന്നു. എല്ലാം തീർന്നു. അവസാനം പറഞ്ഞു, എന്നാ പാത്രമൊക്കെ പോരട്ടെ. കുചേലന്റെ ധനം എടുത്ത് വിഴുങ്ങാൻ തുടങ്ങിയെന്നാണ്. കുചേലന്റെ കയ്യിൽ ഒന്നുമില്ല. ഗണപതി വിശപ്പും കൊണ്ട് ദേഷ്യം കൊണ്ട് പറഞ്ഞു, എനിക്ക് വയറ് നിറയെ തരാമെന്ന് പറഞ്ഞിട്ട് വൈശ്രവണ നീ എന്നെ പറ്റിക്കുകയാണല്ലേ, കൊണ്ടുപോവാന്ന് വിളിക്കുകയാണ്. അവസാനം കുബേരൻ ചെന്നിട്ട്, കുബേരൻ പരമേശ്വരന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഈ കുട്ടിക്ക് ഊണ് കൊടുക്കാൻ എനിക്ക് വയ്യ. അയ്യോ, അത്രയൊന്നും അവൻ കഴിക്കില്ലല്ലോ, അവന് കൊടുക്കാൻ വയ്യ, അത്രയൊന്നും കഴിക്കാറില്ലല്ലോ. വരണ വഴിക്ക് ഒരു പിടി മലര് കയ്യിലെടുത്തു, അത്ര പൊരി കയ്യിലെടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ഗണപതിയുടെ അടുത്ത് വായ തുറക്കാൻ പറഞ്ഞു. വായ തുറന്നത് ആ മലരങ്ങോട്ട് ഇട്ടു കൊടുത്തതും ഫുള്ളായി എന്നാണ് വയറ്. ആ മലരങ്ങോട്ട് വായിൽ ഇട്ടു കൊടുത്തതും ഗണപതിക്ക് ഫുള്ളായി, വയറ് നിറഞ്ഞു. ഈ കഥ എന്താ പറയാന്ന് വെച്ചാൽ, ഇത് ഈ ഗണപതി ഇവിടെ ആരാണെന്ന് വെച്ചാൽ നമ്മളൊക്കെയാണ്. നമ്മളുടെ ഉള്ളിലുള്ള ഒരു പെരുമ്പശി, ഒരു വലിയ വിശപ്പുണ്ട്, നമുക്കൊരു ദാഹമുണ്ട്. അത് ലോകത്തുള്ള വസ്തുക്കളെയൊക്കെ തിന്ന് 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 നിറയുവോ തൃപ്തിയാവോ നോക്കാണ്. എന്തൊക്കെയോ ചെയ്ത് നോക്കണം, ഒന്നുകൊണ്ടും തൃപ്തിയാവണില്ല. എപ്പോഴാ തൃപ്തിയാവുക എന്ന് വെച്ചാൽ, എപ്പോഴാണോ സദ്ഗുരുവിന്റെ സന്നിധിയിൽ തത്വമസി എന്ന് ആ മഹാവാക്യം എന്നുള്ള ആ മലരങ്ങട് വായിൽ വീണാൽ തൃപ്തിയായി. ഇതിനെയാണല്ലോ ഞാൻ അന്വേഷിച്ച് പുറത്തൊക്കെ നടന്നത്. എന്തൊക്കെയോ തിന്നു നോക്കി, എന്തൊക്കെയോ അനുഭവിച്ചു നോക്കി, ഒക്കെ പൂർണ്ണമാവോ നോക്കി. അവസാനം നീ ഇപ്പോഴേ പൂർണ്ണമാണപ്പ, നീ പൂർണ്ണമായ വസ്തുവാണ്, തന്റെ സ്വരൂപം പൂർണ്ണമാണെന്നുള്ള ഉപദേശത്തിനുള്ള ദാഹമാണ് നമ്മള് പുറമെ ഓരോ വസ്തുക്കളിലും അന്വേഷിച്ചുകൊണ്ടിരിക്കും. തയ്യാറാവുമ്പോ നമ്മൾ ശ്രദ്ധിക്കും, നമ്മളുടെ ഉള്ളില് നമ്മളുടെ സ്വരൂപം ഈ ശരീരമോ മനസ്സോ ബുദ്ധിയോ ഒന്നുമല്ല. ഈ ഞാൻ എന്നുള്ള അനുഭവം ശരീരത്തിന്റെ അല്ല, ശരീരത്തിന് അത് തികച്ചും വേറെയാണ്. ശരീരമില്ലാതെ തന്നെ അതിന് നിൽക്കാൻ പറ്റും. ശരീര സംബന്ധമില്ല അതിന്. കൈയും കാലും ഒക്കെ വേർപിരിച്ചാലും ഞാൻ എന്നുള്ള അനുഭവത്തിൽ ഒരു ക്ഷതവും ഏൽക്കണില്ല, അത് പൂർണ്ണമായിട്ടിരിക്കണം. ഹാർട്ടൊക്കെ മാറ്റിവെക്കണു, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നു, ഒരാൾക്കും താൻ മാറിപ്പോയതായിട്ടൊരു തോന്നലൊന്നുമില്ല. ശരീരത്തിൽ പുതിയ മെഷീനൊക്കെ വെക്കണം, പീസ് മേക്കർ വെച്ചാൽ വേണ്ടില്ല അല്ലെ, പേസ് മേക്കർ വെക്കണം. ഒന്നും അറിയണില്ല, ശരീരം അവിടെ നിൽക്കണു. ഞാൻ എന്നുള്ള അനുഭവത്തിൽ ശരീരമില്ലെന്നും ശരീരത്തിന് ഞാൻ എന്നുള്ള അനുഭവത്തിനെ അറിയില്ലെന്നും ഒരു ആശ്ചര്യമായ ഒരു പ്രതിഭാസമാണ്. ഇതിപ്പോ നമ്മൾ ഇത്തരത്തിലൊരു വലിയൊരു സദസ്സിലിരുന്ന് പറഞ്ഞ എത്ര കണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന അറിയില്ല. പതുക്കെ ഏകാന്തമായിട്ട് നമ്മൾ ജപം തപം ഒക്കെ കൊണ്ട് മനസ്സ് സൂക്ഷ്മാവും തോറും ഇത് ശ്രദ്ധിക്കാനുള്ള പാഠവും നമ്മളിൽ ഉണ്ടാവും. ശ്രദ്ധ നമ്മൾ പതുക്കെ പതുക്കെ ശ്രദ്ധിച്ചു തുടങ്ങും. ഈ പാലും വെള്ളവും കൂടി ചേർന്നിരുന്നാൽ വെള്ളത്തിന്ന് പാലിനെ പിരിച്ചെടുക്കാനുള്ള ശക്തി ഈ അന്നപക്ഷിക്ക്, ഹംസത്തിനുണ്ടത്രേ.
അതുകൊണ്ടാണ് തുഞ്ചത്തെഴുത്തച്ഛൻ പറഞ്ഞത്, ഏകാന്ത യോഗികളിൽ ആകാംക്ഷ പൂണ്ടു പരം ഏകാന്തമെന്നി വഴി പോകുന്നിതൻ മനവും കാകൻ പറന്നു പുനരന്നങ്ങൾ പോയ വഴി പോകുന്ന പോലെ ഹരിനാരായണായ നമ. ഹംസങ്ങൾ പോകുന്ന മാർഗത്തില് കാക്ക പോണമെന്ന് ആശിച്ച പോലെ ഞാനും ആ യോഗികൾ ചെയ്യുന്ന മാർഗം ചെയ്യണമെന്ന് ആശിക്കുകയാണ്. പാലും വെള്ളം കൂടി കലക്കിയിരിക്കുമ്പോ അന്ന് പാല് മാത്രം എടുക്കാനുള്ള ഹംസത്തിന്റെ കഴിവ് പോലെ ജഡവും ചൈതന്യവും കലങ്ങിയിരിക്കണതിൽ നിന്നും ഈ ചൈതന്യത്തിനെ മാത്രം അനുഭവിക്കാം. എന്നുവെച്ചാൽ നമ്മളിപ്പോ അനുഭവിക്കുന്നത് അതിനെയാണ്. ഭഗവത് സാക്ഷാത്കാരം എന്ന് പറയുന്നത് കിട്ടേണ്ട ഒരു കാര്യമല്ല, കിട്ടിയിട്ടുള്ളതാണ്. ഭഗവാനാണ് നമുക്ക് സിദ്ധവസ്തു, ഭഗവാനാണ് നമ്മളുടെ അനുഭവത്തിലുള്ളത്. നമ്മളുടെ അനുഭവം നമ്മൾ ശ്രദ്ധിച്ച സദാ നിരസ്ത കുഹകം സത്യം പരം ധീമഹി. ഭാഗവതം തുടങ്ങുമ്പോ തന്നെ സദാ നിരസ്ത കുഹകം സത്യം ഒരിക്കലും പറഞ്ഞിട്ടില്ല. എവിടെ പറയാനാ? അപരോക്ഷം ബ്രഹ്മ എപ്പോഴും നമ്മുടെ അനുഭവത്തിലുണ്ട്. ഒരു മറവുമില്ല. കണ്ണ് കാണാതാവും, ചെവി കേൾക്കാതാവും, മൂക്ക് വിണക്കാതാവും, പക്ഷെ ഈ അനുഭവം നഷ്ടപ്പെടില്ല. നമ്മളതിനെ ശ്രദ്ധിക്കണില്ല, അത്രേ ഉള്ളൂ. അത് ശ്രദ്ധിക്കും തോറും ആശ്ചര്യമായിട്ടത് മേഘം വിലകുമ്പോ സൂര്യൻ പ്രകാശിക്കണ പോലെ നമ്മളുടെ അകമയ്ക്ക് പ്രകാശിക്കും. അതിന്റെ സ്വരൂപം, അതിന്റെ യഥാർത്ഥ സ്വരൂപം ശാന്തിയാണ്, നിശ്ചലതയാണ്, ആനന്ദമാണ്. സത്സംഗത്തിന്റെ പരമപ്രയോജനവും ആ ശാന്തിയെ, ആ നിശ്ചലതയെ, ആ ആനന്ദത്തിനെ സാക്ഷാത്കരിക്കലാണ്. അതിനെ അറിഞ്ഞാൽ ഏത് ആസ്പെക്റ്റിൽ, ഇന്നലെ പറഞ്ഞു ഭക്തി, ഭഗവാന്റെ അടുത്ത് ഭക്തി ചെയ്യുമ്പോ, പ്രിയം ചെയ്യുമ്പോ, ഭഗവാനല്ലാതെ വേറെ ഒന്നും വേണ്ടെന്ന് ആശിക്കുമ്പോ, ആ പ്രിയത്തിന് നമ്മളെ തന്നെ അങ്ങോട്ട് അർപ്പണം ചെയ്യുമ്പോ ആ പ്രിയം തന്നെ ഭഗവത് സ്വരൂപമായിട്ട് പ്രകാശിക്കും. അതൊരു കലയാണ്. മറ്റൊരു കലയാണ് ഈ ശാന്തി എന്ന് പറയുന്നത്. നമ്മള് വിചാരം കൊണ്ടുപോണതാണ് ഈ ശാന്തിയിലേക്ക്. ഈ ഞാൻ എന്നുള്ള അഹങ്കാരത്തിന് എന്താണെന്ന് ആരാഞ്ഞു നോക്കുമ്പോ രാമകൃഷ്ണ പരമഹംസർ പറയും, ഈ വെങ്കായം ഉള്ളി തൊലി പൊളിക്കും തോറും നീങ്ങിപ്പോയി അവസാനം ഒന്നുമില്ലാതാവണ പോലെ ഈ അഹങ്കാരത്തിന് എന്താന്ന് അന്വേഷിച്ചു നോക്കുമ്പോ അതൊരു സാധനമേ അല്ലാതെ, ഒരു വ്യക്തിയെ അല്ലാതെ അത് അങ്ങോട്ട് മറഞ്ഞുപോകും. അവിടെ പരമപൂർണ സത്, പരമപൂർണമായ സത്യമേ ഉള്ളൂ, ഭഗവാനേ ഉള്ളൂ. പക്ഷെ അത് മറന്നു കഴിഞ്ഞാൽ, സത്സംഗത്തിൽ നിന്ന് അങ്ങോട്ട് പോയാൽ മറക്കും. മറന്നു കഴിഞ്ഞാൽ പിന്നെയും തോന്നും, ഈ കൂര താങ്ങണ പല്ലിയെ പോലെ ഞാൻ കൈ വിട്ടാൽ ബിൽഡിംഗ് ചോട്ടിൽ വീഴും തോന്നും. ഞാൻ കൈവിട്ട് കഴിഞ്ഞാൽ ഇത് മുഴുവൻ ചോട്ടിൽ വീണും, ഈ ബിൽഡിംഗ് മുഴുവൻ ചോട്ടിലേക്ക് വീണുപോകും, ഞാനാണ് ഈ ബിൽഡിംഗ് മുഴുവൻ തൂക്കി പിടിച്ച് നിൽക്കണതെന്ന് തോന്നും. അങ്ങനെയല്ലേ നമുക്ക് വാസ്തവമായിട്ട് തോന്നും. ഞാനില്ലെങ്കിൽ ഇപ്പൊ കുടുംബക്കാരിയൊക്കെ നടക്കുമോ എന്ന് തോന്നും. അതിനൊരു ടെസ്റ്റ് എന്താന്ന് വെച്ചാൽ ഇടയ്ക്ക് അങ്ങോട്ട് ഇട്ടിട്ട് എവിടെയെങ്കിലൊക്കെ പോവാം. നല്ല സന്ദർഭത്തില് നമ്മൾ ആവശ്യമുണ്ട് എന്ന് തോന്നുമ്പോ അങ്ങോട്ട് ഇട്ടിട്ട് എവിടെയെങ്കിലുമൊക്കെ പോവാം. എന്നിട്ട് ഒരു 2 മാസം കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കുക. അപ്പോ കാര്യമൊക്കെ കുറച്ചുകൂടെ ഭംഗിയായിട്ട് നടക്കണ്ടാവും. അപ്പോഴാണ് മനസ്സിലാവുക നമ്മളാണോ കുഴപ്പക്കാരൻ. നമ്മളില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ല എന്ന് വിചാരിച്ചു, നമ്മൾ പോയി കഴിഞ്ഞാൽ ഒക്കെ പോകുമെന്ന് വിചാരിച്ചു. നമ്മൾ തിരിച്ചു വരുമ്പോ കാണാം കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഭംഗിയായി നടക്കണ്ട്. നമ്മളൊന്നും ഇവിടെ നിർബന്ധമല്ല. നോബഡി ഈസ് ഇൻഡിസ്പെൻസിബിൾ ഇൻ ദിസ് വേൾഡ്. ആരും ഇല്ലെങ്കിൽ ഇവിടെ നടക്കും. ഒരു മഹാശക്തി പ്രപഞ്ചത്തിനെ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ട്രെയിനിൽ പോകുന്ന ആള് അയാളുടെ സൂട്ട് കേസൊക്കെ എടുത്ത് തലയിൽ വെച്ചുകൊണ്ടിരിക്കാത്രേ. എന്തിനാന്ന് വെച്ചാൽ, അയ്യോ പാവൻ ട്രെയിൻ ഇത്രയും ചുമക്കണു, എന്റെ പെട്ടി ഞാൻ ചുമന്നോളാം. തലയിൽ വെച്ചാലും ഇപ്പൊ ട്രെയിൻ ചുമക്കണ ഭാരമൊന്നും കുറയാൻ പോണില്ല. ഇറക്കി വെച്ചാലും തലയിൽ വെച്ചാലും ട്രെയിനാണ് ചുമക്കണത്. ഇപ്പൊ എന്താ? വൃഥാ അഹങ്കരണം പരം. ഞാൻ ചുമക്കണു എന്നുള്ള ഒരു വിഷമവും തലയിൽ വഹിച്ചുകൊണ്ടിരിക്കണം. ചോട്ടിൽ ഇറക്കി വെച്ചാൽ കാര്യം നടക്കും. അതുപോലെ സകലത്തും ഒരു പരമേശ്വര ശക്തി നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ അത് ചെയ്യണം, ഞാൻ ഇത് ചെയ്യണം, ചെയ്തിട്ടില്ലെങ്കിൽ നടക്കില്ല എന്നൊക്കെ തോന്നുക. ഈ അഭിമാനവൃത്തിയെ
ശമിപ്പിക്കാനാണ് അധ്യാത്മ സാധന. ഈ അഭിമാനവൃത്തിയെ, ശരണാഗതി, ഭക്തിയുടെ പരമകാഷ്ഠ എന്താ? ശരണാഗതി. ശരണാഗതി എന്താ? ഞാനില്ല ഭഗവാനെ, അങ്ങ് മാത്രമേ ഉള്ളൂ, അവിടുന്ന് മാത്രമേ ഉള്ളൂ, ഞാനില്ല, എന്നെ കൊണ്ട് എന്റെ ജീവിത ഭാരം ചുമക്കാൻ വയ്യ. കൃഷ്ണൻ ഗീതയിൽ അർജുനനോട് പറഞ്ഞു, നിനക്കൊന്നും ചെയ്യാൻ വയ്യെങ്കിൽ എന്റെ കയ്യിൽ തരൂ, ഞാൻ നോക്കിക്കൊള്ളാം. പക്ഷെ അത് കാര്യം എളുപ്പമായിട്ട് തോന്നും നമുക്ക്. രാമകൃഷ്ണ പരമഹംസർക്ക് ഒരു ശിഷ്യനുണ്ടായിരുന്നു, ഗിരീഷ് ചന്ദ്ര ഘോഷ് എന്നു പേര്. ഈ ഗിരീഷ് ചന്ദ്ര ഘോഷ് അക്കാലത്തിൽ കൽക്കട്ടയിൽ വളരെ പ്രസിദ്ധനായ ഡ്രമാറ്റിസ്റ്റ് ആയിരുന്നു. നാടകം എഴുതി, പാട്ടുകളൊക്കെ എഴുതി നാടകം അവതരിപ്പിക്കും. അദ്ദേഹം തന്നെ ചില നാടകങ്ങളിൽ നടിക്കുകയും ഒക്കെ ചെയ്യും. അദ്ദേഹം അവതരിപ്പിക്കുന്ന നാടകങ്ങളൊക്കെ ഭക്തി നാടകങ്ങളാണ്. ചൈതന്യലീല, പ്രഹ്ലാദ ചരിത്രം, ഇതൊക്കെ വളരെ പ്രസിദ്ധമായിരുന്നു അക്കാലത്ത്. അന്ന് സിനിമയൊന്നുമില്ലല്ലോ. അപ്പോ ഈ തിയേറ്ററുണ്ട്. ഈ തിയേറ്ററിൽ ഈ നാടകങ്ങളൊക്കെ നടക്കും. നല്ല സംഗീതം ഉണ്ടാവും, നല്ല നടിക്കും ആളുകള്. നേരിട്ട് നടിക്കലാണ്. അത് കാണാൻ ആളുകൾ തിരക്ക് കൂട്ടിപ്പോകും. പക്ഷെ ഇദ്ദേഹം ഈ ഭക്തി നാടകങ്ങളാണ് എഴുതുന്നത്, അവതരിപ്പിക്കുന്നത്. നല്ല കവിയാണ് അദ്ദേഹം. പക്ഷേ സ്വജീവിതത്തിൽ ഇത്ര കണ്ട് ദുരാചാരിയായിട്ട് ആർക്കും ഇരിക്കാൻ പറ്റില്ല. അത്രയും വലിയ ദുരാചാര്യമാണ്. എന്നുവെച്ചാൽ അദ്ദേഹം തന്നെ പറയും, ഞാൻ കുടിച്ച കുപ്പി ഒന്നിനു മേലെ അടുക്കി വെച്ചാൽ എവറസ്റ്റ് കടന്നു പോകുമെന്നാണ്. അത്രയും വലിയ മുഴുക്കുടിയനായിരുന്നു. ആരെയും വില വയ്ക്കില്ല, ആയി തോന്നിയത് വിളിച്ചു പറയും. കുട്ടിക്കാലം മുതൽ അച്ഛനും അമ്മയും ഒന്നും ഇല്ലാതെ വളർന്നു വന്ന ആളാണ്. സ്വയം ഉണ്ടാക്കിയെടുത്തതാണ് തന്റെ ജീവിതം. ആ അഭിമാനമൊക്കെ അദ്ദേഹത്തിനകത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രീരാമകൃഷ്ണദേവനെ ഭക്തന്മാരൊക്കെ ചെന്നു പറഞ്ഞു, ഠാക്കൂർ ആ ഡ്രാമ കാണാൻ അങ്ങ് വരണം. ചൈതന്യലീല, ചൈതന്യദേവന്റെ ചരിത്രം എന്ത് രസാ കാണാൻ, എന്തു ഭക്തിയാണ്. ആ നാടകം കാണാൻ വരണം എന്ന് പറഞ്ഞു. അദ്ദേഹം രാമകൃഷ്ണദേവൻ കൊച്ചുകുട്ടികളെ പോലെയാണ്. ജ്ഞാനികളും എന്തെങ്കിലും ഒരു ഭാവം ആശ്രയിച്ചുകൊണ്ടാണ് ലോകത്തിലിരിക്കുക. ചിലപ്പോ ആചാര്യസ്ഥാനത്തിലിരിക്കും, ചിലപ്പോ കൊച്ചുകുട്ടികളെ പോലെ ഇരിക്കും, ചിലപ്പോ ദാസഭാവത്തിലിരിക്കും, ഭൃത്യഭാവത്തിലിരിക്കും. രാമകൃഷ്ണദേവന്റെ ഭാവം കുട്ടികളെ പോലെയായിരുന്നു. എന്തും ആസ്വദിക്കുക, ഭക്തി. ആ കൽക്കട്ടയില് ആരെങ്കിലുമൊക്കെ ഭക്തിമാർഗത്തിലോ അധ്യാത്മമാർഗത്തിലോ രുചിയുള്ളവരുണ്ട് എന്ന് കണ്ടാൽ അദ്ദേഹം അവരുടെ വീട്ടിലേക്ക് അന്വേഷിച്ചു പോകുമായിരുന്നു. അദ്ദേഹത്തിനെ കാണാൻ ആളുകൾ വരട്ടെന്ന് നിൽക്കല്ല, അദ്ദേഹം അവരുടെ വീട്ടിലേക്ക് അന്വേഷിച്ചു പോയി. അങ്ങനെ ഗിരീഷ് ചന്ദ്ര, കേശവചന്ദ്രസേൻ, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, രവീന്ദ്രനാഥ് ടാഗോറുടെ അച്ഛൻ മഹർഷി ദേവേന്ദ്രനാഥ് ടാഗോർ, ഇവരെയൊക്കെ അദ്ദേഹം അങ്ങോട്ട് പോയി കണ്ടിട്ടുണ്ട്. ഇവിടെ ഗിരീഷ് ചന്ദ്ര ഘോഷിന്റെ നാടക കമ്പനിയിലേക്ക് അദ്ദേഹം വന്ന് ഇറങ്ങുകയാണ്. കുതിരവണ്ടിയിൽ കൂട്ടിക്കൊണ്ടുവന്നു. സന്തോഷമായിട്ട് വന്ന് ഇറങ്ങി. രാമകൃഷ്ണദേവൻ വരുമ്പോ ഭക്തന്മാരോടൊക്കെ ചോദിച്ചു, നമ്മളുടെ കയ്യിൽ പണമൊന്നുമില്ലല്ലോപ്പാ, അവര് നാടക കമ്പനിയിൽ കയറ്റുവോ, നമുക്ക് സീറ്റ് തരുമോ എന്നൊക്കെ ചോദിക്കായിരുന്നു. നല്ല പണം കൊടുത്തിട്ടാണ് അകത്തിരിക്കേണ്ടത്. നല്ല പണക്കാർക്കുള്ള ഏർപ്പാടാണ് അതൊക്കെ. അപ്പോ രാമകൃഷ്ണ പരമഹംസർ ചോദിക്കായിരുന്നു, നമ്മളുടെ കയ്യിൽ പണമൊന്നുമില്ലല്ലോ, അതൊക്കെ വലിയ വലിയ പണക്കാർക്കുള്ളതല്ലേ, നമ്മളെയൊക്കെ നാടക കമ്പനിയിൽ കയറ്റോ? രാമകൃഷ്ണ പരമഹംസരുടെ കൂടെയുള്ള ഭക്തന്മാർ, മാസ്റ്റർ മഹാശയ, ചില ആളുകളൊക്കെ ഉണ്ട്. അവര് പറഞ്ഞു, ഠാക്കൂർ അങ്ങയുടെ അടുത്ത് ആരെങ്കിലുമൊക്കെ പണം വാങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞു. കൂട്ടിക്കൊണ്ടുപോയി. രാമകൃഷ്ണദേവൻ കുതിരവണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ ഗിരീഷ് ചന്ദ്ര ഘോഷിന്റെ അടുത്ത് ചെന്ന് ഈ ഭക്തന്മാരെ അവതരിപ്പിച്ചു. ഇതുപോലെ നമ്മളിവിടെയൊക്കെ തിരുമേനി എന്നോ സ്വാമി എന്നൊക്കെ പറയുന്ന പോലെ ബ്രാഹ്മണരെ സംബോധന ചെയ്യുന്ന ഒരു ടേമാണ് ഠാക്കൂർ എന്ന് പറയുന്നത് അവിടെ. അല്ലാതെ സന്യാസി സ്വാമി എന്നുള്ള അർത്ഥത്തിലല്ല. അവിടെ ഠാക്കൂർ വന്നിരിക്കണം എന്ന് ചെന്ന് ഗിരീഷ് ചന്ദ്ര ഘോഷ് അടുത്ത് ചെന്ന് പറഞ്ഞു. ഇദ്ദേഹം മുൻപ് തന്നെ രാമകൃഷ്ണ പരമഹംസരെ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന് വലിയ വിലയൊന്നുമില്ല. അദ്ദേഹം ഒരിടത്ത് രാമകൃഷ്ണ പരമഹംസരെ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുണ്ട്. ഭക്തന്മാരൊക്കെ ഭജന പാടുമ്പോ, സങ്കീർത്തനം ചെയ്യുമ്പോ രാമകൃഷ്ണദേവൻ നർത്തനം ചെയ്യണത് കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് ഇദ്ദേഹം ജനലിൽ കൂടെ നോക്കിയിട്ട് വിചാരിച്ചു അത്രേ, നമ്മളെക്കാളും പൂശായ ആളാണെന്നാണ്.
ഇതിനെ കണ്ട് വിശ്വസിക്കാൻ കുറെ ആളുകളും എനിക്ക് ധരിച്ചിട്ടാണ് അദ്ദേഹം പോയത്. അപ്പോഴാണ് ഇവര് ചെന്ന് പറഞ്ഞത്, ദക്ഷിണേശ്വരത്ത് നിന്ന് ഠാക്കൂർ വന്നിരിക്കണം, അങ്ങ് വന്ന് വരവേൽക്കാൻ വരണം. അദ്ദേഹത്തിന് എന്താ തനിയെ പോയി തിയേറ്ററിൽ ഇരിക്കാൻ അറിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോ ഇവര് പറഞ്ഞു, അങ്ങനെയല്ല, അദ്ദേഹം ടിക്കറ്റ് എടുക്കണോന്ന് ചോദിച്ചു. അദ്ദേഹം ടിക്കറ്റ് എടുക്കണ്ട, നിങ്ങളൊക്കെ പക്ഷെ കൂടെ വന്ന ശിൽബന്ധികളൊക്കെ എടുക്കണം എന്ന് പറഞ്ഞു. അവരൊക്കെ ടിക്കറ്റ് എടുത്തു. രാമകൃഷ്ണ പരമഹംസർ കൂട്ടിക്കൊണ്ടുവരുമ്പോ ഇദ്ദേഹം കാണാനൊന്നും പോയില്ല. പക്ഷെ എന്നാലും ഉള്ളിൽ എവിടെയോ ഈ മനുഷ്യൻ എന്ന് പറയണത് ഒരു മിക്സ്ചറാണ്. നമ്മൾക്ക് തന്നെ നമ്മളുടെ സ്ഥിതി അറിയില്ല. ഗിരീഷ് ചന്ദ്ര ഘോഷിന് തന്നെ ഗിരീഷ് ചന്ദ്ര ഘോഷ് എന്താണെന്ന് അറിയില്ല. അദ്ദേഹം ഒരു വശത്ത് ദുരാചാരിയാണ്, വേറൊരു വശത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു വലിയ നിധി ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതാണ് ഈ രൂപത്തിൽ ഭക്തി കൃതികളായിട്ടും ഒക്കെ പുറത്തു വരണത്. വേറെ ഒരു വശത്ത് അദ്ദേഹം ദുരാചാരിയാണ്. അത് ലോകത്തിന്റെ ദൃഷ്ടിയിൽ ദുരാചാരിയാണെങ്കിലും വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. എന്താന്ന് വെച്ചാൽ ഒരു വശത്ത് ചൈതന്യ ലീല ഒക്കെ കണ്ടിട്ട് ബംഗാളില് ശുദ്ധ വൈഷ്ണവരുണ്ട്. അവരും അതൊക്കെ കണ്ട് കണ്ണീര് വിട്ടിട്ട് ഈ നാടകം എഴുതിയ ആൾ എത്ര മഹാത്മാവായിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഗിരീഷ് ചന്ദ്ര ഘോഷിനെ പോയി നമസ്കരിക്കും. അപ്പൊ ഈ ഗോസ്വാമിമാരൊക്കെ വന്ന് നമസ്കരിക്കണത് കണ്ടു കഴിഞ്ഞാൽ ഗിരീഷ് ചന്ദ്ര ഘോഷ് എന്ത് ചെയ്യുന്ന വെച്ചാൽ അവര് വരുമ്പോ 2 കുപ്പി എടുത്ത് മുമ്പിൽ വെക്കും. അപ്പൊ അവര് ചോദിക്കും, നിങ്ങൾ എന്താ ചെയ്യണമെന്ന്. ഞാൻ കുടിക്കുക, കണ്ടാ മനസ്സിലാവില്ലേ. അപ്പൊ അവര് ഇയാള് നാടകം വേറെ ഇയാളുടെ ജീവിതം വേറെയാണെന്ന് അവര് പോവും. അപ്പൊ അദ്ദേഹം സന്തോഷിക്കത്രേ, ഞാൻ എന്താണോ അതാണ്. അങ്ങനെയുള്ള ഒരു സ്വഭാവക്കാരനാണ് രാമകൃഷ്ണദേവൻ. തന്നെ പിന്നീട് അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുന്നത് എന്റെ ഭൈരവനാണ് അവൻ എന്നാണ്. ഭൈരവനാണ്, അത്തരത്തിലൊരു സ്വഭാവം. അപ്പോ രാമകൃഷ്ണദേവൻ കുതിരവണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പൊ ഗിരീഷ് ചന്ദ്ര ഘോഷിനെ ഇവരൊക്കെ ചെന്ന് വിളിച്ചു. അദ്ദേഹം പോയില്ല. ശരി, അവര് തിരിച്ചുപോയി. പക്ഷെ ഇദ്ദേഹത്തിന് ഉള്ളുന്നൊരു തോന്നല്, നമ്മൾ പോയി കണ്ടിട്ടില്ലെങ്കിൽ മോശമല്ലേ, ഇത്രയൊക്കെ ബഹുമാനീയനായ ഒരു വ്യക്തി. എല്ലാരും പറയണു അദ്ദേഹം ഈശ്വരനെ കണ്ട ആളാണെന്ന് പറയുന്നു, ഈശ്വര സാക്ഷാത്കാരം നേടിയ ആളാണെന്ന് പറയണു. ആവോ നമുക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞ് ചെല്ലുമ്പോ കുറച്ച് പഠിപ്പും അറിവുകൾ ഉള്ള ആളുകൾക്കൊക്കെ ഉണ്ടാവുന്ന ഒരു കുഴപ്പമുണ്ട്, നമസ്കരിക്കണോ വേണ്ടയോ എന്ന്. അപ്പോ നമസ്കരിക്കണോ വേണ്ടയോ ഉള്ളിലൊരു ചെറിയൊരു വിഷമം. അപ്പൊ ഇദ്ദേഹം നമസ്കരിക്കണ്ട എന്ന് വിചാരിച്ചതാണ്. അപ്പോഴേക്കും ശ്രീരാമകൃഷ്ണദേവൻ ഇദ്ദേഹത്തിനെ നോക്കിയിട്ട് കൈകൂപ്പി ഇങ്ങനെ കാണിച്ചു, നമസ്കരിച്ചു. അപ്പൊ നിവൃത്തിയില്ല, നമസ്കരിക്കാതെ നിവൃത്തിയില്ല. ഇദ്ദേഹം അങ്ങോട്ട് നമസ്കരിച്ചു. രാമകൃഷ്ണ പരമഹംസർ പിന്നെയും ഇങ്ങോട്ട് നമസ്കരിച്ചു. ഇദ്ദേഹം പിന്നെയും ഇങ്ങോട്ട് അവസാനം തോറ്റു. അദ്ദേഹം പറഞ്ഞു, എന്റെ ഗുരുവിന്റെ അടുത്ത് ഞാൻ ആദ്യമായിട്ട് തോറ്റത് നമസ്കാര മത്സരത്തിലാണ്. അത് കഴിഞ്ഞ് നാടകമൊക്കെ കണ്ടു. നാടകത്തിൽ ഇരുന്ന് ആസ്വദിക്കണതൊക്കെ കണ്ട് രാമകൃഷ്ണദേവന് വലിയ സന്തോഷായി ആ നാടകമൊക്കെ കണ്ടിട്ട്. അതിന്ന് തന്നെ ഗിരീഷ് ചന്ദ്ര ഘോഷിന്റെ ഹൃദയവും അദ്ദേഹം തൊട്ട് മനസ്സിലാക്കി. പോണ പോക്കില് പറഞ്ഞു, നീ എന്നെ കാണാൻ ദക്ഷിണേശ്വരത്തിലേക്കൊക്കെ വരൂട്ടോ എന്ന് പറഞ്ഞിട്ട് പോയി. ഗിരീഷ് ചന്ദ്ര ഘോഷിന് ആ ഒരു സ്പർശം, ആ ദർശനം, ആ കോണ്ടാക്ട് വല്ലാത്തൊരു ഉണർവുണ്ടാക്കി. പെട്ടെന്നൊന്നും അദ്ദേഹം മാറിയൊന്നുമില്ല, പക്ഷെ വല്ലാത്തൊരു മാറ്റം ഉണ്ടാക്കി. അദ്ദേഹം ദക്ഷിണേശ്വരത്തേക്ക് ഇടയ്ക്ക് പോവും, ചിലപ്പോ നല്ലവണ്ണം കുടിച്ചിട്ട് പോവും. കുടിച്ചിട്ട് പോയി അവിടെ കിടന്നുറങ്ങും. രാമകൃഷ്ണദേവൻ ഇതൊക്കെ ഒന്നും പറയില്ല, നീ ഇതൊക്കെ ഉപേക്ഷിക്കുമെന്ന് ഒന്നും പറഞ്ഞില്ല. കുറെ ദിവസം കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് വല്ലാത്തൊരു പശ്ചാത്താപം. എന്താന്ന് വെച്ചാൽ കുറെ കഴിഞ്ഞാൽ കുപ്പി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് രാമകൃഷ്ണ പരമഹംസരെ കാണും. എന്തെങ്കിലുമൊക്കെ ദുരാചാരം ചെയ്യാൻ പുറപ്പെട്ടാൽ അവിടെയൊക്കെ അദ്ദേഹത്തിന്റെ ആ നിഷ്കളങ്കമായ മുഖം, ആ ഭഗവത് അനുഭൂതി കൊണ്ട് ജ്വലിക്കുന്ന മുഖം മുമ്പിൽ കാണും. അവസാനം വല്ലാത്ത വിഷമായി കുപ്പിയൊക്കെ എറിഞ്ഞു പൊട്ടിച്ച് കരഞ്ഞുകൊണ്ട് ഒരു ദിവസം ചെന്നിട്ട് പറഞ്ഞു, ഠാക്കൂർ എന്നെ രക്ഷിക്കണം. രാമകൃഷ്ണദേവൻ പറഞ്ഞു, ഞാൻ എന്താ നിന്നെ രക്ഷിക്കാൻ, നീ എന്നെ കണ്ടപടി ചീത്തയൊക്കെ വിളിക്കണോ, അങ്ങനെയൊക്കെയാണ്. കുടിച്ചിട്ട് വന്ന് വായി തോന്നി ഇതൊക്കെ പറയും. നിന്നെ ഞാൻ എങ്ങനെ രക്ഷിക്കാനാ, നീ ഇവിടെ വരിക വേണ്ട പോന്ന് പറയും. അപ്പൊ ആദ്യം ചീത്ത വിളിക്കാൻ തുടങ്ങി. അപ്പൊ രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞു, നീ ചീത്ത വിളി നിർത്ത്, നിനക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ വഴി ചെയ്തു തരാം. എന്നാ വഴി ചെയ്തു തരൂ. ഇതാണ് ഭൈരവൻ എന്ന് പറഞ്ഞത്. അതായത് സാധിച്ചെടുക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ പുറപ്പെടാ. നിനക്ക് ഞാൻ എന്താ ചെയ്തു തരണ്ടേ, എനിക്ക് എങ്ങനെയൊക്കെ രക്ഷപ്പെടണം. ഞാൻ വിചാരിച്ച് രക്ഷപ്പെടാൻ പറ്റില്ല,
ചില തോണിയൊക്കെ ഓട്ടയുള്ള ദ്വാരമുള്ള തോണിയാണ്. കടലിന്റെ നടുക്കെത്തി അതിൽ വെള്ളം കയറുന്ന തോണി അത് തന്നെ കുറെ കഴിഞ്ഞാൽ മുങ്ങിപ്പോവും. പക്ഷെ എന്റെ തോണി ഓട്ടയുള്ള തോണിയിലല്ല, അതിന് അടിയിൽ പലകയേ ഇല്ല എന്നാണ്. ഞാൻ എങ്ങനെ രക്ഷപ്പെടും? എനിക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. അതുകൊണ്ട് അവിടുന്ന് രക്ഷിച്ചാലേ വഴി. ഇതാണ് നോക്കണം. ഈ ഒരു ഭാവമാണ് ശരണാഗതിയുടെ സ്ഥാനം. എപ്പോ എന്നെ കൊണ്ടാവില്ല എന്ന് തോന്നണത് വലിയൊരു സ്റ്റേറ്റാണ്. യു ഗെറ്റ് disillusioned with your personality, then only you will merge with that cosmic or with that universal truth. അതുവരെ നമുക്ക് നമ്മളുടെ വ്യക്തിത്വം കൊണ്ട് സാധിക്കുന്ന ഒരു വിശ്വാസം ഉണ്ടല്ലോ, അത് പോയി മൂപ്പര് പറഞ്ഞു എന്നെ രക്ഷിക്കണം. അപ്പൊ രാമകൃഷ്ണദേവൻ പറഞ്ഞു ശരി തന്നെ ഞാൻ രക്ഷിക്കാം, ഇരിക്കൂ. അദ്ദേഹം ഇരുന്നു. രാമകൃഷ്ണദേവൻ കുറെ നേരം ധ്യാനിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോ ഗിരീശ്ചന്ദ്ര ഘോഷ് ചോദിച്ചു എന്തിനുള്ള പുറപ്പാടാ ചോദിച്ചു. തനിക്ക് ഞാൻ മന്ത്രോപദേശം തരാൻ. എന്നിട്ടോ? അത് നിത്യ വ്രതത്തോടെ രാവിലെയും വൈകിട്ടും ജപിക്കണം. അതൊന്നും പറ്റില്ല. അതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തിനാ നിങ്ങളുടെ അടുത്ത് വരണത്? എന്തെങ്കിലുമൊക്കെ ചെയ്യാതെ എങ്ങനെ കാര്യം നടക്കും? നീ രാവിലെ ഞാൻ പറഞ്ഞു തരുന്ന മന്ത്രത്തിനെ ഞാൻ ആർക്കും മന്ത്രോപദേശമേ ചെയ്യാറില്ല, നിനക്ക് ഞാൻ ചെയ്തു തരാം. നീ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ജപിക്കണം. അദ്ദേഹം പറഞ്ഞു ഞാൻ കിടക്കണതേ ബ്രാഹ്മമുഹൂർത്തത്തിലാണ്, പിന്നെ ഇങ്ങനെ എഴുന്നേക്കാൻ പറ്റും? നാടകമൊക്കെ കഴിഞ്ഞ് കിടക്കണത് ബ്രാഹ്മമുഹൂർത്തത്തിലാണ്, എവിടെ എഴുന്നേക്കും? അത് സാധ്യല്ല. ശരിയപ്പാ, നിനക്ക് എപ്പോഴാ സാധിക്കാന്ന് വെച്ചാൽ അപ്പ ജപിക്കും. ഞാൻ എപ്പ ജപിക്കും? വൈകുന്നേരമാണ് നാടകം തുടങ്ങാൻ, ജപിക്കാൻ പറ്റില്ല. ശരി, നീ ഊണ് കഴിക്കണതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ജപം ചെയ്യൂ. ഞാൻ എന്ത് തിന്നും, എവിടെ തിന്നും, എപ്പ തിന്നും ഒന്നും പറയാൻ വയ്യ. പറഞ്ഞാ ഞാൻ ചെയ്യണം, എനിക്ക് ചെയ്യാൻ സാധിക്കും തോന്നണില്ല. എന്തു പറഞ്ഞാലും മൂപ്പര് പറഞ്ഞു ചെയ്യാൻ പറ്റില്ല. എന്നാ നീ എഴുന്നേറ്റ് പോ. അത് പറ്റില്ല, എന്നെ രക്ഷിക്കണം. എനിക്ക് സാധിക്കില്ല, എങ്ങനെയാണെന്നറിയില്ല, എന്ത് വകുപ്പുണ്ടെന്ന് എനിക്കറിയില്ല, രക്ഷിക്കണം. അപ്പൊ രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യും, നിന്റെ മുക്തിയാർ എഴുതി ഇങ്ങോട്ട് തരൂ, പവർ ഓഫ് അറ്റോർണി ഇങ്ങോട്ടേക്ക് തരൂ, നിനക്ക് വേണ്ടി ഞാൻ ചെയ്തോളാന്നു. വളരെ സന്തോഷമായി ഗിരീശ്ചന്ദ്ര ഘോഷ്. ഇങ്ങനെ ഒരാളല്ലേ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അങ്ങോട്ട് മുക്തിയാർ എഴുതി കൊടുക്കുക, നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്തോളൂ. എങ്ങനെയാ തന്നൂന്ന് നീ മനസ്സുകൊണ്ട് പറഞ്ഞാൽ മതി. എന്തൊക്കെയാ ഞാൻ തരേണ്ടത് വെച്ചു. നിന്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഇങ്ങെടുത്താ. എന്റെ ശരീരം, എന്റെ മനസ്സ്, എന്റെ വ്യക്തിത്വം എല്ലാം ഞാനതാ അങ്ങോട്ട് അർപ്പിക്കണോ. ഇതാണ് നമ്മൾ ചൊല്ലണ ശ്ലോകമാണ്. പക്ഷെ നമ്മൾ അർത്ഥം അറിയാതെ ചൊല്ലുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. കായേന വാചാ മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഇല്ലേ? പല ശ്ലോകങ്ങളും അർത്ഥം അറിയാത്തത് കൊണ്ട് ഇങ്ങനെ പോവുകയാണ് നമ്മള്. ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, ഇന്ദ്രിയങ്ങൾ കൊണ്ട്, ബുദ്ധി കൊണ്ട്, കാരണ ശരീരം കൊണ്ട് എന്തൊക്കെ ഞാൻ ചെയ്യണു അതൊക്കെ ഭഗവാൻ അർപ്പണം ചെയ്യണമെന്ന്. എന്നുവെച്ചാൽ അതോടുകൂടെ എന്റെ ചുമതലയും റെസ്പോൺസിബിലിറ്റി ഒക്കെ അങ്ങോട്ട് കൊടുക്കുകയാണ് ഞാൻ. ഫുൾ റെസ്പോൺസിബിലിറ്റി കാറ് ഡ്രൈവറുടെ കയ്യിൽ ഏൽപ്പിച്ച് ചുമ്മാ ഇരിക്കണ പോലെ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഞാൻ സമർപ്പിക്കണു എന്ന് പറയുന്നു. തന്നു എന്ന് പറഞ്ഞു. ഇനി പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. ഗിരീശ്ചന്ദ്ര ഘോഷ് എഴുന്നേറ്റ് പോയി. അടുത്ത ദിവസം ഓടി വന്നിട്ട് പറഞ്ഞു, ഠാക്കൂർ ഇപ്പോഴും എന്റെ മനസ്സ് ചഞ്ചലമായിട്ടിരിക്കണു, മനസ്സിൽ ചപലമായിട്ടിരിക്കണു. അതിനെന്താപ്പോ ചോദിച്ചു രാമകൃഷ്ണ പരമഹംസർ. അങ്ങനെ പറഞ്ഞത് എന്നെ രക്ഷിക്കാമെന്ന്. ഡോ, തന്റെ മനസ്സ് ഇന്നിപ്പോ താൻ പറഞ്ഞുണ്ടല്ലോ, സൂക്ഷിച്ച് സംസാരിക്കണം. ഇപ്പൊ തന്റെ മനസ്സല്ല, എന്റെ മനസ്സാണത്. തന്റെ ശരീരമല്ല, എന്റെ ശരീരമാണ്. അത് നിശ്ചലമായിരിക്കണോ, ചപലമായിട്ടിരിക്കണോ, സുഖമായിട്ടിരിക്കണോ, ദുഃഖമായിട്ടിരിക്കണോ ഞാൻ തീരുമാനിക്കാം. മനസ്സിലായോ? അതുകൊണ്ട് ഇനി മേലാൽ ഒരു കംപ്ലൈന്റും കൊണ്ട് ഇങ്ങോട്ട് വരാൻ പാടില്ല. വാക്കുമുട്ടിപ്പോയി ഗിരീശ്ചന്ദ്ര ഘോഷ്. പതുക്കെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അനുക്ഷണം എന്റെ ശരീരം എന്റെ എല്ലാം തോന്നി തുടങ്ങി. എന്റെ മനസ്സില്, നമ്മൾക്കിപ്പോ കാറൊക്കെ, ഒരാൾക്ക് നല്ല പുതിയ കാറ് വാങ്ങിച്ചു, തേങ്ങ ഉടച്ചു,
കുറെ ദിവസം ഓടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറെ ദിവസം കഴിഞ്ഞപ്പോ പിന്നെയും വന്ന് തേങ്ങ ഉടച്ചു അമ്പലത്തില്. എന്താ വെച്ചു, അല്ല നമ്മളുടെ പുതിയ കാറ് വാങ്ങിച്ചിട്ടുണ്ടല്ലോ, അത് കഴിഞ്ഞ മാസം വിറ്റു. അതിനെന്തിനാ തേങ്ങ വിറ്റതിനല്ല തേങ്ങ ഉടയ്ക്കണത്, അത് പോണ വഴിയിൽ ഒരിടത്ത് കമിഴ്ന്ന് വീണു. ആ നല്ല കാലം എന്റെ കയ്യിലില്ലല്ലോ എന്നാണ്. എന്റെ കയ്യിലില്ലെങ്കിൽ അത് എവിടെയെങ്കിലുമൊക്കെ വീണാലും കേടുവന്നാലും ഒന്നും കുഴപ്പമില്ല. ഇത് തന്നെ ഇപ്പൊ എന്റെ കയ്യിലുണ്ടെങ്കിൽ ദുഃഖവും വിഷമവും കരച്ചിലും ഒക്കെ ആയിട്ടുണ്ടാവും. ഇപ്പൊ എന്റെ കയ്യിലില്ലെങ്കിൽ അതിന് എന്തായാലും കുഴപ്പമില്ല എന്നാണ്. മമതയാണ് ദുഃഖത്തിന് കാരണേ. മമത പോയാ ദുഃഖമൊക്കെ പോയി. അദ്ദേഹത്തിന് ശരീരം തന്നെ തന്റേതല്ലെന്നും മനസ്സ് തന്നെ തന്റേതല്ലെന്നും ഒക്കെ തോന്നി തുടങ്ങിയപ്പോ ശ്വാസപ്രശ്വാസം പോലും തന്റെ സ്വാതന്ത്ര്യമില്ലെന്നൊക്കെ തോന്നി തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, വല്ലാത്തൊരു ആനന്ദം, ഒരു ലൈറ്റ്നെസ്. താൻ പാപിയാണെന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്നൊക്കെ പോയി. അദ്ദേഹം ഒരിക്കൽ ഗംഗയിൽ കുളിക്കുകയാണ്. പെട്ടെന്ന് ഗംഗയിൽ നിന്ന് കരയ്ക്ക് വന്നു. പിന്നെയും ഗംഗയിലേക്ക് ഇറങ്ങി. ഇങ്ങനെയൊക്കെ ചെയ്യണത് കണ്ടപ്പോ അടുത്ത് നിൽക്കുന്ന ചിലരൊക്കെ ചോദിച്ചു, എന്താ ഗിരീശ്ചന്ദ്ര ഘോഷ് ചെയ്യണത്? അദ്ദേഹം പറഞ്ഞു, കുളിക്കുമ്പോ എനിക്ക് തോന്നി പാപികളായിട്ടുള്ളവര് പാപം പോക്കാനാണല്ലോ ഈ ഗംഗയിൽ വന്ന് കുളിക്കുക. എന്നിലൊരു പാപവുമില്ല. ഞാൻ ഠാക്കൂറിന്റെ കൃപയ്ക്ക് പാത്രനായനാണ്. എന്നിൽ ഒരു പാപവും അശുദ്ധിയുമില്ല. അതുകൊണ്ട് ഞാൻ എന്തിനു കുളിക്കണം എന്ന് തോന്നി. അതുകൊണ്ടാ കരയ്ക്ക് കയറിയത്. പിന്നെ എന്തിനാ പിന്നെ ഇറങ്ങിയത് വെച്ചു. അല്ല, പലരും ഞങ്ങൾ പാപികളാണ്, ഞങ്ങളുടെ പാപം പോവണം എന്ന് പറഞ്ഞ് ഗംഗയിൽ കുളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഗംഗയും ഇത്തിരി ശുദ്ധായിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. അത്ര വിശ്വാസമാണ്, അത്ര വിശ്വാസം, ശ്രദ്ധയാണ്. നോക്കൂ, ഇവിടെ ജ്ഞാനവും ഭക്തിയും ശരണാഗതിയും ആത്മസാക്ഷാത്കാരവും ഒക്കെ ഒന്നാവാണ്. ശരണാഗതി ചെയ്യുന്നവൻ ഉപാധിബന്ധത്തിൽ നിന്ന് വിമുക്തനാവാണ്. ശരണാഗതി ചെയ്യുന്നവൻ ആ ക്ഷണം അവന്റെ ഉപാധി അവന്റേതല്ലാതായിട്ട് തീരണം. ശരീരമോ മനസ്സോ അവന്റെ വ്യക്തിത്വമോ ഒക്കെ ഭഗവാൻ അർപ്പിച്ച് കഴിയുമ്പോ, ഭഗവാൻ അർപ്പിക്കാന്ന് വെച്ചാൽ എന്താ അർത്ഥം? എന്റേതല്ലാന്ന് തീരുമാനിക്കുക. അതാണ് സ്വത്വ നിരാകരണമാണ്. അർപ്പണം എന്ന് പറഞ്ഞാൽ കൊണ്ടൊന്നും പോയില്ലല്ലോ, അത് പഴയപടി ഉണ്ട്. അതിലുള്ള അഭിമാനം, സ്വത്വം പോയി, അത്രയേ ഉള്ളൂ. ആ സ്വത്വം പോയതോടുകൂടെ തന്നെ ശാന്തി ഉണ്ടായി, ആനന്ദം ഉണ്ടായി, നിർവൃത്തി ഉണ്ടായി, സ്വാതന്ത്ര്യത്തിന്റെ അനുഭൂതി ഉണ്ടായി, സുഖമുണ്ടായി. ആത്മനിവേദനം, ഭക്തിയുടെ പരമകാഷ്ഠയാണ് ആത്മനിവേദനം എന്ന് പറയുന്നത്. ശ്രവണം കീർത്തനം വിഷ്ണോഹോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. ഈ ആത്മനിവേദനത്തിന് അംഗങ്ങളാണ് ബാക്കിയൊക്കെ. ആത്മനിവേദനമാണ് അങ്കി, അത് ഹൃദയമാണ്, ബാക്കിയൊക്കെ അംഗങ്ങളാണ്. ആ ആത്മനിവേദനം എപ്പോ നടക്കണോ ആ ക്ഷണം ജീവൻ ഭഗവത് കൃപയ്ക്ക് പാത്രമാവും. ഭഗവത് കൃപ ആ ജീവനെ സ്വയം തൻവശപ്പെടുത്തിക്കൊള്ളും. ഇവിടെ ശരണാഗതി ശാന്തിക്ക് കാരണമാവണമെന്ന് നമ്മൾ കണ്ടു. ശരണാഗതി ചെയ്യുമ്പോ ശാന്തി, ആ ക്ഷണത്തിലെ ശാന്തി. എന്തെങ്കിലും സാധന കൊണ്ടല്ല, എന്തെങ്കിലും ചെയ്തിട്ടല്ല ശാന്തി നേടുന്നത്. അഭിമാനം വിടുമ്പോ ശാന്തിയായി. ശരണാഗതി ചെയ്യുമ്പോ ശാന്തി, ആ ക്ഷണത്തിലെ ശാന്തി. എന്തെങ്കിലും സാധന കൊണ്ടല്ല, എന്തെങ്കിലും ചെയ്തിട്ടല്ല ശാന്തി നേടുന്നത്. അഭിമാനം വിടുമ്പോ ശാന്തിയായി. അഭിമാനത്തിനെ അർപ്പിക്കാൻ എന്തെങ്കിലും ഒരു സെന്റർ വേണം. ആ സെന്ററാണ് ഭഗവാനോ ഗുരുവോ ഒക്കെ. തമിഴില് ഇതിന് ആൾക്കൊള്ളൽ എന്ന് പറയും. തടുത്ത് ആൾക്കൊള്ളൽ എന്നുവെച്ചാൽ അബ്സോർബിങ് എന്നർത്ഥം. പിടിക്കുക, പിടിച്ച് തൻവശപ്പെടുത്തുക, തന്റേതാക്കുക. ആ തൻവശപ്പെടുത്തുന്ന ഈശ്വര ശക്തിയാണ് നമ്മൾ കൃപ എന്ന് പറയണത്. ശൈവസിദ്ധാന്തത്തില് ആത്മസാക്ഷാത്കാരം, ഈശ്വര സാക്ഷാത്കാരം, കൃപാസാക്ഷാത്കാരം എന്ന് പറയും. ഈ കൃപാസാക്ഷാത്കാരം എന്നുള്ളത് ഈശ്വര സാക്ഷാത്കാരത്തിനും മേലെയാണെന്ന് പറയും. എപ്പോ ഒരാൾ പൂർണ്ണനാവണോ അപ്പോഴാണ് ഈ കൃപാസാക്ഷാത്കാരം ഉണ്ടാവുക. എന്നുവെച്ചാൽ എപ്പോ ഈ കൃപയുടെ, ഈ അരുൾ ശക്തി, കൃപയുടെ പ്രത്യഭിജ്ഞ ഉണ്ടാവണോ ആ ക്ഷണം
മനുഷ്യന്റെ വ്യക്തിത്വം അഖണ്ഡത്തില് പൂർണ്ണത്തില് ഇല്ലാതാവും. അയാൾ സ്വയമേവ ഈശ്വരനായിട്ട് ഈശ്വരന്റേതായിട്ട് തീരും. ആ കൃപാസാക്ഷാത്കാരം നമ്മൾ ഭക്തിശാസ്ത്രങ്ങൾ മുഴുവൻ കാണുന്നത് ഈ കൃപയെ വർണ്ണിക്കണം. നമ്മൾ ഭഗവാൻ എന്ന് പറയുന്നത് പോലും കൃപയുടെ സ്വരൂപമാണ്. കൃപയ്ക്ക് ഏതെങ്കിലും ഒരു രൂപം കൊടുക്കണം. അതിനെ നമ്മൾ ശിവനെന്നും വിഷ്ണുവെന്നും കൃഷ്ണനെന്നും രാമനെന്നും ഒക്കെ വിളിക്കണം. കൃപയ്ക്കൊരു മൂർത്തരൂപം കൊടുക്കുകയാണ്. ഒരു മൂർത്തരൂപം കൊടുത്തിട്ടാണ് ഇത് ഭഗവാനാണ് എന്ന് പറയുന്നത്. ആ ഭഗവത് സന്നിധിയിൽ നമുക്ക് കൃപയുടെ അനുഭവം ഉണ്ടാവുന്നത് കൊണ്ട് ഒരു ശാന്തി ഉണ്ടാവണം, ഒരു സമാധാനം ഉണ്ടാവണം, ഒരു ആലംബം, ഒരു ആശ്രയം. രമണ മഹർഷി തന്നെ അരുണാചലത്തിനെ വിളിച്ചത് കൃപ മലരൂപം പൂണ്ടിരിക്കണു എന്നാണ് പറഞ്ഞത്. മലയുടെ രൂപത്തിൽ കൃപ തന്നെ ഘനീഭവിച്ച് മലയുടെ രൂപത്തിലിരിക്കണം. ഗിരി ഉരുവാകിയ കിരുപൈ കടലെ കരുണാപൂർണ സുധാബ്ദേ അരുൾ നിറൈവാന അമുദക്കടലെ. ആ കൃപയാണ് നമുക്ക് ആലംബം. അധ്യാത്മസാധന ഒരിക്കലും സാമർത്ഥ്യത്തിന്റെ വഴിയല്ല. ഫിസിക്സ് പോലെയോ ബയോളജി പോലെയോ കെമിസ്ട്രി പോലെയോ സയൻസിന് പ്രവേശിക്കാവുന്ന മണ്ഡലമല്ലത്. സയൻസിന്റെ മണ്ഡലം ദൃശ്യപ്രപഞ്ചമാണ്. അതവിടെ തുടങ്ങുന്നു, അതവിടെ അവസാനിക്കാതെ തുടർന്നുകൊണ്ടിരിക്കുന്നു. എപ്പോ ദൃശ്യത്തിന്ന് ദൃക്കിലേക്ക് തിരിയുന്നു, ഈ അന്വേഷകൻ തന്നിൽ അടങ്ങുന്നുവോ, അപ്പോഴാണ് നമുക്ക് കൃപയുടെ അനുഭവം ഉണ്ടാവണത്. അത് സയൻസിന്റെ മണ്ഡലമല്ല, അത് സാധനയുടെ മണ്ഡലമാണ്, വൈരാഗ്യത്തിന്റെ മണ്ഡലമാണ്, ഭക്തിയുടെ മണ്ഡലമാണ്, അലൗകികതയുടെ മണ്ഡലമാണ്. അതിന് ഋഷികൾ തുറന്നു വെച്ച ഒരു പാതയുണ്ട്, ഒരു മാർഗമുണ്ട്. ശ്രീശങ്കരൻ വിവേക ചൂടാമണിയിൽ പറയണ പോലെ ഏനൈവ യാതാഹ യതയോസ്യ പാരം തമേവ മാർഗം തവ നിർദ്ദിശാമി. ഞാനൊരു പുതിയ മാർഗം പറഞ്ഞു തരാന്നല്ല, ഏനൈവ യാതാഹ യതയോസ്യ പാരം, എത്രയോ പൂർവ്വസൂരികൾ ഋഷികൾ നടന്നുപോയ ഒരു രാജമാർഗമുണ്ട്. അതേ മാർഗം തന്റെ മുമ്പിൽ ഞാൻ തുറന്നു കാണിച്ചു തരാം. ഞാനൊരു പുതിയ മാർഗം ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. എന്റെ അടുത്ത് പുതിയ വഴിയൊന്നുമില്ല, പുതിയ ടെക്നിക്കും പുതിയ സൂത്രമൊന്നുമില്ല. എത്രയോ ഋഷികൾ നടന്നുപോയ ഒരു വഴിയുണ്ട്, ഒരു രാജമാർഗമുണ്ട്. ത്യാഗരാജസ്വാമികളുടെ വളരെ പ്രസിദ്ധമായൊരു കീർത്തനുണ്ട്, ചക്കനീ രാജമാർഗമുള്ളൂടെ. രാജമാർഗം ഉള്ളപ്പോ സന്തിലൊക്കെ പോയിട്ട് നീ എന്തിനാ ചുറ്റിത്തിരിയണതെന്ന്. സാധാരണ നമ്മൾ ചക്കനീ രാജ എന്ന് വന്ന് നിർത്തും, അത് രാജമാർഗം. ആ രാജമാർഗം ഉള്ളപ്പോ ഈ സന്തിലൊക്കെ നീ എന്തിനാ പോയി ചുറ്റിത്തിരിയണതെന്നാണ്. അത് വളരെ ചൗക്കകാല കീർത്തനാണ്. ആ കീർത്തനം 10 പാടി തുടങ്ങി തീർക്കേണ്ട ഒരു കീർത്തനാണ്. അതെന്തിനാന്ന് വെച്ചാൽ ഈ രാജമാർഗവും അങ്ങനെയാണ്. അത് വളരെ സാവധാനം ശ്രദ്ധിച്ച് പക്വതയോടുകൂടെ പോണ്ടതാണ്. സൂത്രപ്പണിയൊന്നുമില്ല അതിന്. നമ്മൾക്ക് ആയുർവേദത്തിൽ പോയി കഴിഞ്ഞാൽ അവര് പതുക്കെ പിത്തമാണോ കഫമാണോ വാദമാണോ ചോദിച്ച് കുറെ പത്യമൊക്കെ പറഞ്ഞ് പതുക്കെ നടക്കുമെന്ന് പറയും. അതുകൊണ്ട് നമുക്കത് ഇഷ്ടാവില്ല. നമ്മൾക്ക് വേഗം പോയിട്ട് ഒരു ഗുളിക വിഴുങ്ങണം. മുഴുകി കഴിഞ്ഞ കാര്യം കഴിഞ്ഞ എളുപ്പത്തിലായി. നമ്മളുടെ ധൃതി പിടിച്ച ജീവിതത്തിന് ഇപ്പൊ അതേ പറ്റുള്ളൂ. പക്ഷെ അതുമാതിരി ഒരു മാർഗം അധ്യാത്മത്തിലില്ല. മെഡിസിനിൽ അത് വേണമെങ്കിൽ ഫലിക്കുമായിരിക്കും. പക്ഷെ അധ്യാത്മത്തിൽ ഒരു ഗുളിക വല്ലതും ഉണ്ടോ? ഗുളികയുണ്ട്. എപ്പോഴാ അറിയോ? നമ്മളുടെ ഉള്ളിൽ തീവ്രമായി നമുക്ക് ഭഗവത് സാക്ഷാത്കാരം വേണമെന്നുള്ള വൈരാഗ്യം വന്നാൽ, നമുക്ക് വൈരാഗ്യം വന്ന് ഭഗവത് സാക്ഷാത്കാരം വേണം, ഇനി ലോകത്തിലൊന്നും വേണ്ട, ഭഗവാനെ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാ ഒരു ചെറിയ ഗുളിക തന്നാ മതി. ഒരു നാമം ജപിക്കാൻ പറഞ്ഞാൽ വാൽമീകിക്ക് കൊടുത്ത പോലെ മരാ മരാ മരാന്ന്. അത് വാസ്തവത്തില് കബീർ ഒരു പാട്ടിൽ പറയണു, രാമ എന്നുള്ളതിന്റെ നേരെ ഓപ്പോസിറ്റ് അർത്ഥമാണത്. നമ്മൾ അക്ഷരം മാത്രമാണ് നോക്കണത്. രാമ എന്ന് വെച്ചാൽ അതിന് നേരെ തിരിച്ചിട്ട മാര എന്ന് വെച്ചാൽ കാമൻ എന്നാണ് അർത്ഥം. ഈ രത്നാകരൻ കാമന്റെ നാമാണ് ജപിച്ചത്. ആ അക്ഷരം മാത്രമേ ഉള്ളൂ, മാറാ 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 എന്ന് പറഞ്ഞാൽ. അപ്പോ ഉദ്ദേശപ്രധാനമാണ്.
ഉദ്ദേശം എന്താ? ഭഗവാൻ എന്നെ രക്ഷിക്കും, ഭഗവാൻ എന്നെ രക്ഷിക്കും. ഒറ്റ കാര്യമുള്ളൂ. ത്യാഗരാജസ്വാമികളുടെ ഒരു കീർത്തനുണ്ട്, തെലുസി രാമചിന്തനത്വം നാമമോ. മനസ്സിനോട് പറയണതാണ്, മനസ്സെ അറിഞ്ഞുകൊണ്ട് രാമനാമം ജപിക്കുന്നു. രാമായണി ചപലാക്ഷിയുടെ നാമം. രാമൻ എന്ന് പറയണത് ഒരു ചപലാക്ഷി എന്ന് വെച്ചാൽ ഒരു സ്ത്രീ, ഒരു കാമിനിയുടെ നാമമാണ്. രാമ എന്നുള്ളത് താരകബ്രഹ്മത്തിന്റെ നാമവുമാണ്. രാമ എന്ന് വിളിച്ചാൽ സംസ്കൃതത്തിൽ സുന്ദരിയായ സ്ത്രീയെ വിളിക്കുന്നതായിട്ട് അർത്ഥമുണ്ട്. രാമ എന്ന് വിളിച്ചാൽ ഭഗവാനെ വിളിക്കുന്നതായിട്ട് അർത്ഥമുണ്ട്. ഇവൻ ഉദ്ദേശിക്കുന്ന ഭാവം താരകബ്രഹ്മം എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇവന് മോക്ഷത്തിന്, അലൗകികമായ അനുഭവത്തിന് കാരണമാവണു. ഇവൻ സ്ത്രീയെ വിളിക്കുകയാണെന്ന് ഭാവം തന്നെ ഉണ്ടെങ്കിൽ അത് ഇവന് കാമാദികൾ ഉണ്ടാക്കാനുള്ള കാരണമായിട്ട് തീർന്നു. അപ്പോ ഇവന് ഉള്ളിൽ ഭാവം ഉണ്ടെങ്കിൽ എനിക്ക് ഭഗവത് സാക്ഷാത്കാരം വേണം, വേറൊന്നും വേണ്ട, ഈശ്വരാനുഭൂതി വേണം, എനിക്ക് ഭഗവാനെ വേണമെന്ന് തോന്നണം. ഭാഗവതത്തിൽ വൃത്രൻ പറഞ്ഞ പോലെ നാകപൃഷ്ടം ന ച പാരമേഷ്ട്യം ന സാർവഭൗമം ന രസാധിപത്യം ന യോഗസിദ്ധി അപുനർഭവം വാ സമഞ്ജസത്വാ വിരഹയ്യകാംക്ഷേ അജാതപക്ഷാ ഇവ മാതരം ഖഗാഃ സ്തന്യം യഥാ വത്സതരാ ക്ഷുധാർത്താഃ പ്രിയം പ്രിയേവ വ്യുഷിതം വിഷണ്ണാ മനോരവിന്ദാക്ഷ ദിദൃക്ഷത്തെ ത്വം മമോത്തമശ്ലോകജനേഷു സഖ്യം സംസാരചക്രേ ഭ്രമത സ്വകർമ്മഭിഃ ത്വന്മായയാത്മാത്മജദാരഗേഹേഷു ആസക്തചിത്തസ്യ നനാഥ ഭൂയാത് അഹം ഹരേ തവ പാദൈകമൂലദാസാനുദാസോ ഭവിതാസ്മി ഭൂയഃ മനസ്മരേത അസുപതേഃ ഗുണാംസ്തേ ഗൃണീത വാക് കർമ്മ കരോതു കായഃ. ഞാൻ നിരന്തരം ഭഗവാനെ അവിടുത്തെ ധ്യാനിക്കണം. അഹം ഹരേ തവ പാദൈകമൂലദാസാനുദാസോ ഭവിതാസ്മി ഭൂയഃ. ഭഗവാന്റെ ദാസന്മാരുടെ 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 ദാസനായിട്ട് ഞാൻ ഇരുന്നോളാം എന്നാണ്. ത്വദ്ഭൃത്യ ഭൃത്യ പരിചാരക ഭൃത്യ ഭൃത്യ ഭൃത്യസ്യ ഭൃത്യ ഇതി മാം സ്മരലോകനാഥ എന്ന് കുലശേഖര ആഴ്വാർ പാടും. അങ്ങനെ ഞാൻ ഇരുന്നോളാം. എന്താ വേണ്ടത് എനിക്ക് ഈ ഭക്തിയുടെ ഫലമായിട്ട്? ഞാൻ നാകപൃഷ്ഠം, എനിക്ക് സ്വർഗം വേണ്ട. ന പാരമേഷ്ട്യം, എനിക്ക് ബ്രഹ്മാവിന്റെ പദം വേണ്ട. ന സാർവഭൗമം, എനിക്ക് ഭൂമിക്ക് അധിപതിയായിട്ട് ഇരിക്കണമെന്നില്ല. ന രസാധിപത്യം, മഹാബലിക്ക് കൊടുത്ത പോലെ രസാതലമും ഞാൻ ആശിക്കണില്ല. ന യോഗസിദ്ധീഹി, ഇതൊക്കെ വേണ്ട വേണ്ടെന്ന് പറഞ്ഞാൽ പല സിദ്ധികളൊക്കെ വരും, അതൊക്കെ വേണോ? ഒന്നും വേണ്ട. എന്നാ പുനർജന്മം വരാതിരിക്കണമെന്ന് ആശയുണ്ടോ? അപുനർഭവം വാ, അതും ഞാൻ ആശിക്കണില്ല. സമഞ്ജസത്വാ വിരഹയ്യകാംക്ഷേ. സമഞ്ജസൻ എന്ന് വെച്ചാൽ സർവവും സർവവുമായിട്ടുള്ള ഭഗവാനെ, അങ്ങനെയാണ് ഞാൻ മരിക്കണത്. ബാക്കിയൊക്കെ കൂടെ പോകുന്നുള്ളതാണ്. കുചേലൻ കൃഷ്ണന്റെ അടുത്ത് ഒന്നും ചോദിക്കാൻ പോയില്ല, സമാധാനായിട്ടിരുന്ന ആളാ. കുചേലന് യാതൊരു വിഷമല്ല. കുചേല പത്നി പറഞ്ഞു, പലവട്ടം പറഞ്ഞു പോയി ചോദിച്ചിട്ട് വരുമെന്ന്. അദ്ദേഹം പ്രശാന്താത്മാ ജിതേന്ദ്രിയ, പ്രശാന്തനും ജിതേന്ദ്രിയനുമായിരുന്നു. ഭാര്യ പറഞ്ഞു പലവട്ടം പോയി കൃഷ്ണനെ കണ്ടിട്ട് വരൂ, ചോദിച്ചില്ലെങ്കിൽ വേണ്ട, കണ്ടിട്ട് വരൂ. ഇദ്ദേഹം ചോദിക്കില്ലെന്ന് അമ്മയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്റെ തുണി കീറിയിട്ട് അവൽ അതിൽ പൊതിഞ്ഞ് കെട്ടിയ ഒരു സൈലന്റ് മെസ്സേജാണ് കെട്ടിക്കൊടുത്തതാണ്. അവിടെ പോയി ചോദിച്ചില്ലല്ലോ, ഗംഭീരമായിട്ട് പോയി. കൃഷ്ണനാണ് ചുവട്ടിലേക്ക് ഇറങ്ങിപ്പോയത്. ചുവട്ടിൽ വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ആര്? ഭക്തനല്ല, കുചേലനല്ല, കൃഷ്ണനാ കരഞ്ഞു. സഖ്യുഹു പ്രിയസ്യ വിപ്രർഷേ അംഗസംഗ അതിനിർവൃത പ്രീതോ വ്യമുഞ്ചദബിന്ദു നേത്രാഭ്യാം പുഷ്കരേക്ഷണ. കണ്ണിൽ നിന്നും കൃഷ്ണൻ കണ്ണീര് വിട്ടു എന്നാണ്. രോമാഞ്ചണ്ടായി. കുചേലനല്ല, കൃഷ്ണന്. കുചേലന് യാതൊരു വികാരമില്ല. ഭഗവാന് അങ്ങോട്ട് കുറച്ച് തന്റെ കയ്യിലുള്ള അവല് കൊണ്ടുപോയി, ഒന്നും ചോദിച്ചില്ല. ഭഗവാൻ ആ അവല് തട്ടിപ്പറിച്ചെടുത്ത് ഒരു പിടി വായിലിട്ടു. കഥയൊക്കെ നമുക്കറിയാം. ഭഗവാനെയാണ് വരിച്ചത്, വേറെ ഒന്നും വരിച്ചില്ല. ഭഗവാന്റെ വിഭൂതി ഒന്നും ചോദിച്ചില്ല, എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചില്ല. അവിടുന്ന് എനിക്ക് വേണം. ഭഗവത് വിസ്മരണം വരാൻ പാടില്ല. ബാക്കിയൊക്കെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളൂ. നമ്മുടെ മഹർഷിയുടെ ഒരു പാട്ടുണ്ട് തമിഴില്,
அண்ணாமலையாய் அடியேனை ஆண்ட அன்றே ஆவி உடல் கொண்டாய். எனக்கோர் குறை உண்டோ? குறையும் குணமும் நீயல்லால் எண்ணேன் இவற்றை. என் உயிரே எண்ணம் எதுவோ அது செய்வாய். கண்ணே உந்தன் கழலினையில் காதல் பெருக்கே തരുവായേ. എണ്ണം എതുവോ അത് ചെയ്യുവായി. എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്നാണ്. എപ്പോ ഞാൻ അങ്ങയ്ക്ക് അടിമയായോ ശരണാഗതി ചെയ്തു അപ്പൊ തന്നെ ഈ ശരീരവും മനസ്സും ഒക്കെ അങ്ങയുടെ ആയിത്തീർന്നു. ഇനിയിപ്പോ എന്താ വേണ്ടെന്ന് വെച്ചാൽ ആയിക്കോട്ടെ, പക്ഷെ മറക്കാതിരിക്കണം എന്നാണ്. അവിസ്മരണ അവിസ്മൃതിസ്ത്വരണാരവിന്ദയോ. ഒരു ക്ഷണനേരത്തേക്ക് മറക്കാതിരിക്കണം, അതിനുള്ള അനുഗ്രഹം തരൂ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോ ആ അവിസ്മൃതി ഒന്നും വേണ്ടെന്നാണ്. പക്ഷേ എന്താ കാംക്ഷിക്കണത്? ഒരേ ഒരു ഉത്കടമായ ഭാവം. ചിറകമുളിക്കാത്ത പക്ഷിക്കുഞ്ഞുങ്ങള് തള്ളപ്പക്ഷിക്ക് വേണ്ടി കാത്തുകൊണ്ടിരിക്കണ പോലെ, പാല് കുടിക്കേണ്ട സമയമായാൽ കിടാവ് കെട്ടിയിട്ടിരിക്കണ കയറ് എത്ര നീളമുണ്ടോ അത്രയ്ക്ക് ആഞ്ഞിട്ട് തള്ളപ്പശുവിന്റെ അകിട് നോക്കി നിൽക്കണ പോലെ വധുവിനെ പിരിഞ്ഞ് ദൂരത്ത് നിൽക്കുന്ന വരൻ ആ വരനെ കാത്തുകൊണ്ട് വധു നിൽക്കുന്ന പോലെ. രാമകൃഷ്ണ പരമഹംസര് ഇനിയും കുറെ ചേർക്കും. നദി സമുദ്രത്തിന്റെ അടുത്തേക്ക് ഒഴുകുന്ന പോലെ. ശ്രീശങ്കരൻ പറഞ്ഞു കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്ന പോലെ. നദി സമുദ്രത്തിന്റെ അടുത്തേക്ക് പോകുന്ന പോലെ. ഒരു പിശുക്കന് പണത്തിനോട് എത്ര കണ്ട് ആകർഷണമുണ്ടോ അത്രയും ആകർഷണത്തോടെ. ഇത്രയൊക്കെ ചേർന്ന് നമുക്ക് ഭഗവാന്റെ അടുത്ത് വരുമെങ്കിൽ, ഇതൊക്കെ കൂടെ ചേർന്നിട്ട് ആ ഭാവം എപ്പ നമുക്ക് ആ ഭാവത്തോടുകൂടെ ഭഗവത് സാക്ഷാത്കാരം വേണം, ആ പരമസത്യത്തിന് അറിയണമെന്നുള്ള ഒരു ദാഹം അകമയ്ക്ക് വരുമെങ്കിൽ അടുത്ത ക്ഷണം കാലഭേദമേ ഇല്ല, അടുത്ത ക്ഷണം അത് മുമ്പിലുണ്ട്. നേടിയെടുക്കേണ്ടതല്ല, ഉള്ളതാണ്, സിദ്ധമാണ്, കിട്ടിയിട്ടുള്ളത്. മനസ്സ് അതിനു വേണ്ടി അങ്ങോട്ട് തിരിഞ്ഞാൽ ലോകത്തിന് വിടും. അവസാനം അതിനെയും ഒരു അന്യവസ്തുവായിട്ട് ആശിക്കണത് വിട്ടുകഴിഞ്ഞാലോ അതവിടെ ഉണ്ട്, അതാണ് ഉള്ളത്. പക്ഷെ മറ്റു സ്ഥലത്തേക്ക് മനസ്സ് പോവാതിരിക്കാൻ ഒരേ വഴി എന്താ? ഭഗവാന് വേണം എന്ന് തോന്നണം, ഭഗവത് സാക്ഷാത്കാരം വേണം എന്നുള്ള ഉത്കടമായ ഭാവം ഉണ്ടാവണം. അപ്പോഴേ ഫോഴ്സ് ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാലാണ് നമുക്ക് ഫോഴ്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഫോഴ്സ് ഉണ്ടാവില്ല. എപ്പോഴാണോ നമുക്ക് ഭഗവത് സാക്ഷാത്കാരം വേണം, ഈശ്വരാനുഭൂതി വേണം, ആത്മസാക്ഷാത്കാരം വേണം എന്ന് പ്രബലമായിട്ട് ഉത്കടമായിട്ടൊരു ഫോഴ്സ്, ഒരു ശ്രദ്ധ അതിലേക്ക് വരുന്നത്, അപ്പൊ തനിയെ വെളിച്ചത്തിന്റെ നേരെ നടന്നാൽ ഇരുട്ടു പോകും, കിഴക്കോട്ട് നടന്നാൽ പടിഞ്ഞാറിന് അകന്നുപോകും എന്ന് പറയണ പോലെ സത്യത്തിന്റെ നേരെ നടന്നാൽ കള്ളം താനെ വിട്ടുപോകും, അജ്ഞാനം താനെ വിട്ടുപോകും. അതിന് ഒരു ആക്കം കൂട്ടാൻ ആണ് സത്സംഗങ്ങളൊക്കെ. എപ്പോ ആ പ്രബലമായ മുമുക്ഷുത്വം വരണോ അപ്പൊ എന്തെങ്കിലുമൊക്കെ സാധന കൊണ്ട് തന്നെ നമുക്ക് കാര്യം നടന്നു. എന്തെങ്കിലും ഒരു നാമജപം കൊണ്ടോ എവിടെയെങ്കിലുമൊക്കെ അല്പം ഉപദേശം കേൾക്കുന്നത് കൊണ്ട് തന്നെ തത്വനിശ്ചയമുണ്ടാവും. യാഥാതത്യോപദേശേന കൃതാർത്ഥ സത്വബുദ്ധിമാണ്. ആ ഉത്കടമായ ആശയില്ലെങ്കിൽ ജീവിതം മുഴുവൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും, നമ്മള് പുസ്തകം പഠിച്ചുകൊണ്ടിരിക്കും ഒക്കെ ആണെങ്കിലും വേറെ പലതുമായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുക. ഇന്നും പുതിയതായിട്ട് എന്ത് പറഞ്ഞു, പുതിയതായിട്ട് എന്തൊക്കെ ശ്ലോകം ചൊല്ലി, എന്തെന്തൊക്കെ വിധം വിധമായിട്ട് പറഞ്ഞു, അതൊക്കെ ആയിരിക്കും നമ്മളുടെ ബഹിരംഗ പരീക്ഷണമായിരിക്കും. ഉത്കടമായ ഭാവം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ട് കാര്യം നടന്നു പോകും. ജനക മഹാരാജാവിന് തീവ്ര വൈരാഗ്യം വന്ന് പൂന്തോട്ടത്തിലിരിക്കുകയാണ്. അപ്പോ സിദ്ധന്മാരെ ആകാശത്തു കൂടി പാടിക്കൊണ്ടുപോകുന്ന മഹാവാക്യ ഗീതം കേട്ടിട്ട് പ്രബുദ്ധനായി തീർന്നു അത്രേ. എന്തോ ഒരു കാരണം, കാകതാളീയനായെന്ന് പറയും. ജനകൻ ഇരിക്കുന്നിടത്ത് നിന്നും തുള്ളിച്ചാടുകയാണ്, എനിക്ക് കിട്ടേണ്ടത് കിട്ടി, പ്രബുദ്ധോഹം പ്രബുദ്ധോഹം. എന്തോ ഒരു കാരണം, പക്വമായിരിക്കുമ്പോ എന്തോ ഒരു ബാഹ്യ കാരണം കൊണ്ട് കാര്യം നടന്നു. ആ പക്വത എങ്ങനെയാ വരണ? എനിക്ക് ഇതല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട
ഇനി എത്ര കാലം ജീവിക്കാൻ പോണെന്ന് അറിയില്ല. അതുകൊണ്ട് ശരീരം വീഴുന്നതിന് മുമ്പ് ഈ പാരമാർത്ഥികമായ സത്യനിശ്ചയം ഉണ്ടാവണം. ജീവിതത്തിന്റെ മുഖ്യമായ ലക്ഷ്യം, പർപ്പസ് ഭഗവത് സാക്ഷാത്കാരമാണ് എന്ന് ആർക്ക് നിശ്ചയമുണ്ടോ അവർക്ക് കാര്യം നടക്കും. ആ ഒരു ഭാവമുള്ള മുമ്പിൽ വേണം. ഇത് ശാശ്വതമായ ഗോളാണ്. ബാക്കിയൊക്കെ ചെറിയ ചെറിയ ഗോളാണ്. പരീക്ഷ കഴിഞ്ഞാൽ സ്കൂളിന്റെ കാര്യം കഴിഞ്ഞു, പണം സമ്പാദിക്കണ കഴിഞ്ഞാൽ അതിന്റെ കാര്യം കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കാര്യം കഴിഞ്ഞു, ഒരു കുട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ കാര്യം കഴിഞ്ഞു. പിന്നെ അവസാനം എല്ലാം കഴിഞ്ഞിട്ട് ഇനി ഒന്നുമില്ലല്ലോ എന്താന്ന് പറഞ്ഞിരിക്കും. ഇത് അനുസ്യൂതമുള്ള ലക്ഷ്യമാണ്. അനുപദം അനുഭവത്തിലുള്ളതും അനുസ്യൂതം മുമ്പിൽ നിൽക്കുന്നതുമായ ഒരു ആശ്ചര്യമായ ലക്ഷ്യമാണ്. വാക്കുകൾ നോക്ക. അനുപദം അനുഭവത്തിലുള്ളതും അനുക്ഷണം അനുഭവത്തിലുള്ളതും അനുസ്യൂതം മുമ്പിൽ നിൽക്കുന്നതുമായ ഒരു ലക്ഷ്യമാണ്. രമണ ഭഗവാന്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, നിങ്ങൾ എന്താ അന്വേഷിച്ചത്, നിങ്ങളത് കണ്ടെത്തിയോ എന്ന് ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, ഞാൻ അന്വേഷിച്ചത് കണ്ടെത്തി, കണ്ടുകൊണ്ടേയിരിക്കുന്നു, കാണാൻ പോകുന്നു എന്നാണ്. എന്നുവെച്ചാൽ ഇതൊരിക്കൽ നടന്നു തീർന്നു, ഇനിയിപ്പോ ഞാൻ പഴയ പോലെ ഇരിക്കാൻ പറ്റില്ല. അനുസ്യൂതം അനുസ്യൂതം. നദി സമുദ്രത്തിൽ പോയി ചേർന്ന് കഴിഞ്ഞിട്ട് സമുദ്രത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. നദി ഗംഗ എന്ന് ഭഗീരഥൻ കൊണ്ടുവന്നു അന്നേ സമുദ്രത്തിൽ പോയി ചേർന്നു. അത് കഴിഞ്ഞിട്ട് നിന്നുവോ? ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് സമുദ്രത്തിലേക്ക്. അതുപോലെ സത്യത്തിനെ അനുഭവിക്കുന്നതിന് ഒരു അന്തമില്ല. അത് അനുസ്യൂത പ്രക്രിയയാണ്. അത് ആനന്ദരസം, നിരന്തര രസം, രസത്തിന്റെ പ്രക്രിയയാണ്. അതുകൊണ്ട് അതിനൊരു ആദി അന്തമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വാസ്തവത്തിൽ ജീവിക്കാനേ തുടങ്ങുന്നത്. സജീവതി മനോയസ്യ മനനേനൈവ ജീവതി സനന്ദതി 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 ഏവ. ആര് ഈ രഹസ്യം അറിഞ്ഞിരിക്കുന്നു അവനെ പുറമേക്ക് എങ്ങനെ വേണേ ഇരിക്കട്ടെ. ശ്രീശങ്കരൻ ഭജഗോവിന്ദത്തിൽ പറഞ്ഞു, ഭോഗരതോവാ യോഗരതോവാ സങ്കരതോവാ സംഗവിഹീനഃ യസ്യ ബ്രഹ്മണി രമത്തെ ചിത്തം നന്ദതി നന്ദതി നന്ദത്യേവ എന്നാണ്. പുറമേക്ക് അവൻ മറ്റുള്ളവരുടെ ദൃഷ്ടിക്ക് ഭോഗിയെ പോലെ ഇരിക്കട്ടെ, യോഗിയെ പോലെ ഇരിക്കട്ടെ, എല്ലാവരുടെ കൂടെയും കുടുംബത്തില് സംഘത്തിൽ പെട്ട് കിടക്കുന്നവനായിരിക്കട്ടെ, സംഘമില്ലാതെ ഏകാന്തത്തിലിരിക്കുന്നവനായിരിക്കട്ടെ. പക്ഷെ അവന്റെ ഹൃദയം ബ്രഹ്മത്തിൽ രമിക്കുന്നുണ്ടെങ്കിൽ, അഖണ്ഡമായ സത്യത്തിൽ രമിക്കുന്നുണ്ടെങ്കിൽ, അവൻ ശരീരം കൊണ്ട് മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ എങ്ങനെ ഇരിക്കണവനാണെങ്കിലും നന്ദതി നന്ദതി നന്ദത്യേവ. അവൻ ആനന്ദിക്കണു, അവൻ ആനന്ദിക്കുന്നു, അവൻ ആനന്ദിക്കുന്നു. ഈ ഒരു ലക്ഷ്യം മുമ്പിലുണ്ടെങ്കിൽ മനുഷ്യ ശരീരം എടുത്തതിനൊരു പ്രയോജനമുണ്ട്. അല്ലെങ്കിൽ എന്താ, കുറെ നമ്മള് ആട് നടക്കണ പോലെ നടക്കും. ഒരു സ്കൂളിലൊരു മാഷ് പിള്ളേരുടെ അടുത്ത് ചോദിച്ചു, ഒരു വേലിക്കകത്ത് 10 ആടുകളുണ്ട്, അതിൽ നിന്നും 4 ആടുകൾ പുറത്തു വന്നാൽ എത്ര ആടുകൾ ഉണ്ടാവും ചോദിച്ചു. അപ്പൊ ഒരു പയ്യൻ, ആ ചോദിച്ച പയ്യൻ പറഞ്ഞു, ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. മാഷ് പറഞ്ഞു, കണക്ക് തെറ്റ് എന്നിട്ട് ഇമ്പോസിഷൻ കൊടുക്കാൻ പോയതാ. പയ്യൻ പറഞ്ഞു, മാഷെ ഞാൻ ഇമ്പോസിഷൻ ഒന്നും എഴുതില്ല, നിങ്ങൾക്ക് കണക്ക് വേണമെങ്കിൽ അറിയുമായിരിക്കാം, പക്ഷെ എന്റെ വീട്ടിൽ ആടുണ്ട്, എനിക്ക് ആടിനെ നല്ലവണ്ണം അറിയാം, 4 എണ്ണം പോയാൽ ബാക്കിയുള്ളത് പിന്നാലെ പോകും, ഒന്നും അവിടെ നിൽക്കില്ല. ഇതുപോലെയാണ് സാധാരണ നമ്മൾ എല്ലാവരും പോയാൽ ആ വഴിക്ക് പോവാം. എല്ലാരും എന്താ ചെയ്തതെന്ന് വെച്ചാൽ അത് ചെയ്യാം. അതിങ്ങനെ ചെയ്യും. കുറെ കഴിഞ്ഞാൽ ഒക്കെ വിരസമായി, ഒക്കെ പോരടിച്ചു, ഇങ്ങനെ പോണു, ജീവിക്കും. എങ്ങനെയുണ്ട്? ഇങ്ങനെ പോണു എന്നാണ്. അതെന്താണെന്ന് ചോദിച്ച ആൾക്കും മനസ്സിലാവും അർത്ഥം. പോണു, നേരം വെളിച്ചാവണു, രാത്രി ആവണു, ഇങ്ങനെ പോണു. ചോദിക്കാൻ കൊള്ളില്ല. അല്ലെങ്കിൽ പിന്നെ ഇംഗ്ലീഷുകാർ വന്നിട്ട് അതൊന്ന് മാറ്റി ഫൈൻ എന്ന് പറഞ്ഞു. എങ്ങനെയാണ്? ഹൗ ആർ യു? ഫൈൻ. BP ഇത്തിരിണ്ട്, കുടുംബത്തിൽ പല പ്രശ്നം. പിന്നെ എന്തിനാ അത് പറഞ്ഞത് അറിയില്ല, അതൊരു വായി വെറുതെ പറയാണ്. ഫൈൻ എന്ന് പറഞ്ഞു. അതായത് ശരീരം എടുത്തതിന് ഫൈൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. കുറെ ഫൈൻ അടച്ചുകൊണ്ടേയിരിക്കണം, ഇനിയും തീർന്നിട്ടില്ല, പല പ്രശ്നങ്ങളാണ്. എപ്പോഴാണോ ഈ അധ്യാത്മ ജീവിതത്തിലേക്ക് വരുന്നത്, അപ്പോഴാണ് ധന്യത. ജീവിക്കാൻ തുടങ്ങണത് അപ്പോഴാണ്.
അപ്പോൾ മുതലാണ് നമ്മൾ ജനിച്ചിട്ടുള്ളൂ. അന്നാണ് നമ്മളുടെ ജനനം. ജാതാഹ തേ ഏവ ജഗതി ജന്തവ സാധു ജീവിതാ യേ പുനർനേഹ ജായന്തെ ശേഷാ ജരടഗർദ്ധവ. ശ്രീരാമൻ പറഞ്ഞു വാസിഷ്ഠത്തിൽ, ആര് ജനിച്ച് നീ ജനിക്കാതിരിക്കാനുള്ള വഴി നോക്കണു അവര് മാത്രമേ ജനിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ കഴുതകളാണെന്നോ. ഗർദ്ധബ എന്ന് വെച്ചാൽ കഴുത. എന്താ കഴുത എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അവിടെ തന്നെ ഒരു ഉദാഹരണമുണ്ട്. ഈ കഴുത ഭാരം ചുമക്കാനുള്ള മൃഗം, അതിന് സ്വയം ബുദ്ധിയില്ല എന്നാണ് ഇപ്പൊ നമ്മൾ വെക്കണത്. ഇനി ഒരു ഉദാഹരണം പറയും. 4 കഴുതകളെ കൊണ്ടുപോയി ഒരിടത്ത് ഇയാൾക്ക് ശൗചത്തിന് പോണം. ഈ കഴുതക്കാരന് വണ്ണാന് ശൗചത്തിന് പോണം. അപ്പൊ അയാള് കഴുത എവിടെയെങ്കിലുമൊക്കെ കെട്ടിയിട്ടിട്ട് പോണം. അയാളുടെ 3 കഴുതയ്ക്ക് കഴുത്തിൽ കയറുണ്ട്. അത് കെട്ടിയിട്ടു. 4-മത്തേന് കെട്ടിയിടാൻ ഒരു വഴിയില്ല. അപ്പൊ ഇവിടെ ഒരു സ്വാമി നിൽക്കണു. അദ്ദേഹത്തിനോട് ചോദിച്ചു, അല്ല കയറ് വലുതുണ്ടോ? അദ്ദേഹം പറഞ്ഞു, എന്റെ അടുത്ത് കയറൊന്നുമില്ല. ഈ കഴുതയെ കെട്ടിയിടാൻ എന്താ സാരില്ലേ, കെട്ടിയ പോലെ കാണിച്ചാൽ മതി. 3 കെട്ടിയില്ലേ, അതിന് കെട്ടിയിട്ട പോലെ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഇയാള് ആ കഴുതയെ മരത്തിന്റെ അടുത്ത് കൊണ്ടുപോയി കെട്ടിയിട്ട പോലെ കാണിച്ചു. അതങ്ങനെ അനങ്ങാതെ നിന്നു. മൂപ്പര് പോയി ശൗചമൊക്കെ കഴിച്ചിട്ട് വന്നു. 3 അഴിച്ചു. 4-മത്തത് നടക്കണില്ല. എന്ത് ചെയ്താലും എത്ര അടിച്ചിട്ടും അനങ്ങണില്ല മൂപ്പര്. അപ്പൊ ചോദിച്ചു, സ്വാമി ഈ കഴുതയ്ക്ക് എന്ത് പറ്റി? നീ അഴിച്ചിട്ടില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, അതിന് ഞാൻ കെട്ടിയിട്ടില്ലല്ലോ. അത് നിനക്കറിയാം, അവനറിയില്ലല്ലോ. നീ അഴിക്കണ പോലെ കാണിക്കൂ, അത് വരും. നമ്മൾ ചിരിക്കണു. നമ്മളുടെ കഥയാണത്. നമ്മളെ ആരും കെട്ടിയിട്ടില്ല. നമ്മൾ കെട്ടിയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വിഷമിച്ചിട്ട് ശരീരമാണ് ഞാൻ വന്നിരിക്കുകയാണ്. ഗുരു വന്നിട്ട് അഴിക്കണ പോലെ കാണിക്കുമ്പോ അഴിക്കപ്പെട്ടു എന്നാണ്. കെട്ടിയിട്ടൊന്നുമില്ല. ഇതുപോലെ ഒരു ചെറിയൊരു ഇൻസിഡന്റ് പറയുന്നത് ജയിലാണ്. ജയിലില് ഒരാൾ കുറെ കാലമായിട്ട് ഈ കമ്പിയിലൂടെ പുറത്തു നോക്കി എന്നെ തുറന്നുവിടൂ പറയാണ്. പല ആളുകളും മുമ്പിൽ വന്നു. അവര് പറഞ്ഞു, ഈ ജയിലിൽ നിന്ന് തുറന്നുവിടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം വലിയ വലിയ കമ്പി, പ്രബലമായി വളരെ ബലം കൊണ്ട് ബന്ധിച്ചിരിക്കുന്ന കമ്പിയാണ്, തുറന്നുവിടാൻ പറ്റില്ല എന്ന് എല്ലാരും പറഞ്ഞിട്ട് പോയി. ഇയാൾ പിന്നെയും പുറത്തു നോക്കി, തുറന്നുവിടൂ പറയണ്ട. അപ്പൊ ഒരാൾ വന്നു, ഉറക്കെ ചിരിച്ചു. അയാള്, എന്തിനാ തന്നെ തുറന്നു വിടണമെന്ന് വെച്ചു. അല്ല, ഞാനിതിനകത്ത് പെട്ടിരിക്കല്ലേ, നീ പുറകേക്ക് തിരിഞ്ഞു നോക്കൂന്നു. അയാൾ, എന്തിനാ തുറന്നു നോക്കൂ? പുറകേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് എന്ത് കാര്യം? ഈ കഥകളെ തുറക്കണ്ടേ, തുറന്നു വിടുന്നു. താനും തിരിഞ്ഞു നോക്കടോ. ഇയാൾ തിരിഞ്ഞു നോക്കുമ്പോ എന്താന്ന് വെച്ചാ പുറകെ ഒന്നും ചുമരൊന്നുമില്ലേ. മുമ്പിൽ ഈ ജനലിന്റെ കമ്പി കൂടെ പുറത്തു നോക്കിക്കൊണ്ട് മാത്രം ഇരിക്കണം. പുറകെ ഒരു ചുമരോ ഭിത്തിയൊന്നുമില്ല. പുറകെ എവിടെ വേണമെങ്കിൽ നടക്കാൻ, പോയി കഴിഞ്ഞു, സ്വതന്ത്രമാണ്. പുറകെയുള്ള ഭിത്തിയൊന്നുമില്ല. വെറും മുമ്പിലൊരു, അതുമാതിരിയാണ് നമുക്ക് ഈ ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തു നോക്കിയിട്ട് ബന്ധം ഉള്ളിക്ക് തിരിഞ്ഞു നോക്കൂ. താൻ സ്വതന്ത്രനാണ്, ആരും തന്നെ ബന്ധിച്ചിട്ടില്ല. താൻ നിത്യമുക്തനാണ്, നിത്യസ്വതന്ത്രനാണ്. അത് സ്വീകരിക്കാൻ താൻ ഒട്ട് കൂട്ടാക്കണില്ല. അഴിച്ചുവിട്ടിട്ടില്ല എന്ന് പറയാണ്. അപ്പോ അവസാനം നിവൃത്തിയില്ലാതെ എന്താ, അഴിച്ചുവിടുന്ന പോലെ കാണിക്കണം. അപ്പൊ അഴിച്ചുവിട്ടെന്ന് തോന്നാൻ വേണ്ടിയിട്ട് ഒരു മിഥ്യാഭ്രമം നീക്കാനായിട്ട് ഒരു മിഥ്യാ റിലീസ് അതിലേക്ക് ഉണ്ടാക്കാണ്. അപ്പൊ സ്വതന്ത്രമായി എന്ന് തോന്നുന്നു. ബന്ധപ്പെട്ടിരിക്കുന്നവൻ ആരെന്ന് വിചാരം ചെയ്ത് നോക്കിയാൽ തന്നെ കാണാം, ബന്ധമില്ല. ഭഗവാന് ബന്ധം ഉണ്ടാവോ? ഉള്ളത് ഭഗവാനാണ്. പിന്നെ എങ്ങനെ ബന്ധം? ആർക്കാ ബന്ധം? ഈ ജീവനെ കൽപ്പിച്ചിട്ടാണല്ലോ ബന്ധം എന്ന് പറയുന്നത്. അന്വേഷിച്ചു നോക്കിയാലില്ല. പക്ഷേ അഭിമാനമണ്ഡലത്തിലേക്ക് വരുമ്പോ ബന്ധമില്ലെന്നും മുക്തനാണെന്നും പറഞ്ഞാൽ ദുഃഖം നീങ്ങില്ല, ദുഃഖം ഉണ്ടാവും. അഭിമാനമണ്ഡലത്തിൽ സാധ്യമല്ല. അനുഭൂതി മണ്ഡലത്തിലാണ് ആ മുക്തിസുഖം, അഭിമാനമണ്ഡലത്തിലല്ല. അഭിമാനമണ്ഡലത്തിൽ കുറെ ഉപനിഷത്തും വേദാന്തവും പഠിച്ച് ഞാൻ ബ്രഹ്മമാണെന്ന് പറഞ്ഞ കാര്യമൊക്കെ ശരി, അടികൊള്ളുമ്പോ കാര്യം മാറും. വിഷമം വരുമ്പോ സാധിക്കില്ല. അനുഭൂതി മണ്ഡലത്തിലേക്ക് പോയാലേ ഉള്ളൂ, അഭിമാനമണ്ഡലത്തിലില്ല. അനുഭൂതി മണ്ഡലത്തിലേക്ക് ആഴ്ന്നിറങ്ങിച്ചെല്ലണം. അപ്പൊ നമുക്ക് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് അമൃതമാണെന്നും തേന്നുകരയാണ് നമ്മളെന്ന് തോന്നും. മധുവാതാർതായത്തെ മധുക്ഷരന്തി സിന്ധവ. വേദത്തില് ഋഷി പറയണത് കാറ്റു മധുവായിട്ട് വീശുന്നു, നദികളൊക്കെ മധുവായിട്ടിരിക്കുന്നു, സമുദ്രം മധുവായിട്ടിരിക്കുന്നു, ഋതുക്കളൊക്കെ മധുവായിട്ടിരിക്കുന്നു. മാധ്വീർണ സന്തോഷദേഹി, ഔഷധി വനസ്പതികളൊക്കെ മധുവായിട്ടിരിക്കുന്നു. മധുഗാവോ മധുനക്തമുതോഷസി മധുമത് പാർത്ഥിവകും രജ. രാത്രി മധുരമായിട്ടിരിക്കുന്നു, പകല് മധുരമായിട്ടിരിക്കുന്നു, സൂര്യോദയം മധുരമായിട്ടിരിക്കുന്നു.
ഇതിപ്പോ നമുക്ക് വാക്കുകൊണ്ട് പറയണതേ അറിയുള്ളൂ. അകമേ ആ ശീതളത വരുമ്പോ വായുകൊണ്ട് പറയാതെ തന്നെ ഇതിന്റെ അനുഭവം ഉണ്ടാവും. ആ അനുഭവത്തിന്റെ റെക്കോർഡ്സാണ് ഈ വേദമന്ത്രങ്ങളൊക്കെ. ഇത് നമുക്ക് സാധിക്കുമെന്ന് ഋഷികൾ പറയാണ്. സാധിക്കണമെങ്കിലോ സാധന ഭജനങ്ങളുടെ മാർഗത്തില്, ഭാഗവത മാർഗത്തില്, ഭക്തിമാർഗത്തില്, ജ്ഞാനമാർഗത്തില് നമ്മൾ പതുക്കെ ശനൈഹി ശനൈഹി ഉപരമേത്, പതുക്കെ പതുക്കെ നടക്കും. ധൃതികൂട്ടൊന്നും വേണ്ട. അനുപദം മധുരമാണ്, അനുപദം സുഖമാണ്. ഈ ഒരു അനുഭവ മണ്ഡലത്തിലേക്ക് ഒരു ചെറിയ ഒരു വിളക്ക് കൊളുത്തി കാണിക്കാനാണ് നമ്മൾക്ക് ഈ സത്സംഗമൊക്കെ സാധിക്കുകയുള്ളൂ. സ്വയമേവ സാധന ഭജനകളുടെ മാർഗത്തിലേക്ക് പ്രവേശിക്കാനൊരു വഴിയാണിത്. സദ്ഗ്രന്ഥങ്ങൾ വായിക്കുകയും സത്സംഗത്തിലിരിക്കുകയും ക്രമേണ ജപത്തിലും ധ്യാനത്തിലും ആത്മവിചാരത്തിലും ഒക്കെ രുചി കാണുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ജീവിതം സത്വഗുണം കൊണ്ടും ശാന്തി കൊണ്ടും നിറയണത്. അതിനൊരു വഴി ഉണ്ടാവട്ടെ, അതിന് ഭഗവത് കൃപ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ ഒരു 4 ദിവസം ഇവിടെ ജ്ഞാനധാര എന്നുവെച്ചാൽ ഒരു ട്രാക്കില്ലാതെ പോവാന്നർത്ഥം. ഒരു ട്രാക്കൊന്നുമില്ല. നമ്മളൊരു ശ്ലോകം, ഒരു പ്രത്യേക ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരു ട്രാക്ക് ഉണ്ടാവും. ഇപ്പൊ ഒരു ട്രാക്കും ഇല്ല. അങ്ങനെ അനന്തമായ ആകാശത്തിൽ പറക്കണ പോലെ പറക്കുകയാണ്. ഓരോ ദിവസം വരുമ്പോഴും ഇന്നതാ പറയാന്ന് ഒരു നിശ്ചയമില്ല. ബ്ലാങ്ക് ആയിട്ടാണ് വന്നിരിക്കുക. അപ്പൊ എന്താന്ന് വെച്ചാൽ അതൊന്ന് പറയും. അതെങ്ങനെ പാട്ട് പാടുന്ന പോലെ തന്നെ, പാടുന്നതിന് പകരം പറയണു, അത്രേ ഉള്ളൂ. അതെങ്ങനെ ഈ 4 ദിവസം നമ്മൾ അനുഭവിച്ചു. നിങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടെ അത് കേട്ടു. ഈ ശ്രദ്ധ തന്നെയാണ് നമ്മളെ രക്ഷിക്കാൻ പോകുന്ന ശക്തി. അത് തന്നെയാണ് ഗുരു എന്ന് പറയണത്, അത് തന്നെയാണ് ഭഗവത് കൃപ എന്ന് പറയണത്. ആ ശ്രദ്ധാശക്തി നമ്മളെ പൂർണ്ണമാക്കട്ടെ, നമുക്ക് ഭഗവത് പ്രാപ്തിക്കുള്ള വഴിയൊരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ 4 ദിവസത്തെ ഈ സത്സംഗം എറണാകുളത്തപ്പന്റെ സന്നിധിയിൽ വെച്ച്, ആ മഹാദേവന്റെ സന്നിധിയിൽ വെച്ച് നമുക്ക് നടന്നു. സാധാരണ എവിടെ സത്സംഗം നടക്കുമോ അവിടെ ഹനുമാൻ, ആഞ്ജനേയസ്വാമി ഉണ്ടാവുന്നതാണ്. ആഞ്ജനേയസ്വാമിയുടെ സന്നിധിയിൽ വെച്ച് നടന്നു. ജ്ഞാനസ്വരൂപനായ സുബ്രഹ്മണ്യന്റെ സന്നിധിയിൽ വെച്ച് നടന്നു. ഈ സത്സംഗം ഇനിയും മേൽക്ക് വരുന്ന വർഷങ്ങളിൽ നമുക്ക് തുടർന്ന് കാണാം. ഇപ്പോ നാമസങ്കീർത്തനം ചെയ്ത് നിർത്താം. സർവേപി സുഖിനഃ സന്തു, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി. യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം.